അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവ് 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഈശോ ഇന്നീ പ്രാർത്ഥനയുടെ കുരിശിൻ്റെ ഒരു ആശീർവാദം കിട്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഞാനിപ്പോൾ പ്രധാനമായിട്ട് ഓർക്കുന്നത്. ഇന്നത്തെ യാത്രകളെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ ഓരോ സംസാരവും നീ ആരോടൊക്കെ നിന്ന് സംസാരിച്ചാലും അതെല്ലാം നിനക്ക് അനുകൂലമായി വരാൻ ഞാൻ ആശീർവദിക്കുന്നു. നീ രേഖകൾ ഒപ്പിടുമ്പോഴേ കർത്താവിൻ്റെ ആശീർവാദം ഞാൻ നിനക്ക് നൽകുന്നു. നീ ഒരു പുസ്തകം വായിക്കുമ്പോഴേ, നീ എഴുതുമ്പോഴേ, നീ ഒരു രേഖ കൈമാറുന്നത് എല്ലാ പ്രക്രിയകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നീ ഇന്ന് ആശുപത്രിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഡോക്ടർ നിൻ്റെ വിഷയങ്ങളെല്ലാം കേൾക്കുകയും കൃത്യമായ മരുന്ന് നിനക്ക് നിശ്ചയിച്ച് തരികയും കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ നൽകുകയും നല്ല ഡയഗ്നോസിസ് നടക്കാൻ വേണ്ടി
ഷാർപ്പ് ഡയഗ്നോസിന് വേണ്ടി എല്ലാ രോഗികളെയും ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് നീ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ കഴിക്കാമായിരിക്കും, പെട്ടെന്ന് കഴിക്കുമായിരിക്കും, സാരമില്ല. എങ്കിലും നീ ഓർത്താലും ഓർത്തില്ലേലും നീ ഇന്ന് കഴിക്കാൻ പോകുന്ന മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങളെ, നീ ഇന്ന് കുടിക്കാൻ പോകുന്ന മുഴുവൻ പാനീയങ്ങളെ, ശുദ്ധവെള്ളം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ ഡ്രസ്സുകളെ ആശീർവദിക്കുന്നു. നീ ഇന്ന് കർത്താവ് നിനക്ക് നീ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ ഓർണമെൻറ്റ്സുകളും കർത്താവ് ആശീർവദിക്കട്ടെ. നീ എവിടെയെല്ലാം പോകുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഇതെല്ലാം സ്ഥലങ്ങളിലേക്ക് പോകുന്നു, ഏതെല്ലാം വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, ഇതെല്ലാം വാഹനങ്ങൾ പൊതുവായാലും സ്വന്തമായാലും എല്ലാം നീ ആരോഗ്യത്തോടെ സുരക്ഷിതമായി തിരിച്ചു വരുന്നവരെ എൻ്റെ യാത്രയെ ഞാൻ ആശീർവദിക്കുന്നു. നീ ഉത്കണ്ഠപ്പെടുന്ന വ്യക്തികൾ, സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ, അവർ തരുമോ ഇല്ലയോ എന്നുള്ള വിഷമങ്ങൾ, ജയിക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകൾ, പിന്നെ വിവാഹ ഒരുക്കത്തിന് വേണ്ടി പോണവർ, വിവാഹ സമ്മതത്തിന് വേണ്ടി പോണവർ, ജീവിത പങ്കാളെ കാണാൻ വേണ്ടി പോകുന്നവർ, എൻ്റെ കാഴ്ചകൾ, സംസാരങ്ങൾ എല്ലാം ആസ്വദിക്കുന്നു. പണത്തിന് വേണ്ടി പോകുന്നവർ, പണം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ, ജോലി വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ, വീട് വെക്കാൻ പോകുന്നവർ, വാഹനം വാങ്ങിക്കാൻ പോകുന്നവർ, എന്തെല്ലാം സംരംഭങ്ങൾക്ക് വേണ്ടി ദൈവപൈതലെ നീ പോകുന്നു. എൻ്റെ 40 വർഷത്തെ കൃപാന്റെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ നീ തിരിച്ച് സുരക്ഷിതനായി സുരക്ഷ വരുന്നവരെ കർത്താവ് നിന്നോട് കൂടെ. കേരളത്തെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും നമ്മുടെ സാമൂഹ്യ പൊതുബോധത്തെ ഇന്നോവേറ്റ് ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്ത ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നടനായിരുന്നു ഈ ശ്രീനിവാസൻ എന്ന് പറയുന്നത്. അയാളുടെ വിശ്വാസം എന്ത് തന്നെയായാലും അയാളുടെ സമൂഹത്തിൻ്റെ ആശാസ്യമല്ലാത്ത ചില നിലപാടുകളെ അദ്ദേഹം വളരെ നർമ്മത്തിൽ പൊതിഞ്ഞ് അതിനെ മനുഷ്യോചിതമായി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പൊതുവെ ഒരു വിലയിരുത്തൽ. ഇദ്ദേഹത്തെക്കുറിച്ച് ശാന്തിവിളയെന്നും പറഞ്ഞൊരു സിനിമാ പ്രവർത്തകൻ, എൻ്റെ ഓർമ്മ ശരിയാണെന്ന് അറിയത്തില്ല, ഞാൻ പണ്ടങ്ങ് കേട്ടതാണ്, ഒരു നോട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചത് ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. നോട്ടെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഈ ഇദ്ദേഹത്തിന് കുറേ പൈസ ഒരു നിർമ്മിതാവ് XY ആരോ കൊടുക്കാറുണ്ടായി. അപ്പോൾ ഒരു ഗുണ്ട ഇദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ 15 ലക്ഷം രൂപയാണ്, അത് ഞാൻ വാങ്ങിച്ചു തരാം. അപ്പം അത് പകുതി 50-50 ആണ്. അപ്പം എനിക്ക് കിട്ടാക്കിടന്ന കാശാണ്, അത് ഇത്തിരി ഇങ്ങനെ കിട്ടിയ അത്രയും നല്ലതാണെന്ന് വിചാരിച്ചുകൊണ്ട് ഓക്കെ പറഞ്ഞു. എത്ര വിഷയമായാലും ലോകത്തിലെ മനുഷ്യർ അവരെന്ത് മൂല്യനിർണ്ണയങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാലും അവരുടേതായിട്ടുള്ള സ്വാഭാവികമായുള്ള സ്വകാര്യ വിഷയങ്ങൾ വരുമ്പോൾ അവർ ലോകത്തിൻ്റെ മെഷീനറി ഉപയോഗിക്കും. അതൊന്നും നമുക്ക് ആശാസ്യമല്ല, അതൊക്കെ ബ്രാക്കറ്റിൽ കിടക്കട്ടെ. പക്ഷേ ആ രീതി ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് എന്നിട്ട് നീ പൈസ വാങ്ങിച്ചോ, പകുതി എനിക്കും പകുതി നിനക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് പൈസയെക്കുറിച്ചൊരു അറിവില്ല. വർഷങ്ങൾക്ക് ശേഷം ഈ ഗുണ്ടയെ കാണും, പറഞ്ഞ് നീ ആ പൈസ വാങ്ങിച്ചില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ് എൻ്റെ കാശ് ഞാൻ വാങ്ങിച്ചു. അതാണ് വിഷയം. ആ 50-50 പറഞ്ഞതിൻ്റെ 50 ഗുണ്ടായിസം കാണിച്ച പുള്ളി വാങ്ങിച്ചെടുത്ത്, മറ്റേ കാശ് അപ്പം കിട്ടിയിട്ടില്ല. ഇത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചുപോയി. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ ദൈവത്തോട് പലപ്പോഴും ഇടപെടുന്ന രീതി ഇതാണ്. ഈ രീതി ഇങ്ങനെയാണെന്നുള്ളത് ഈശോയ്ക്ക് നല്ലവണ്ണം അറിയാൻ വരും. അതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? ആദ്യം ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യണം, അതിനുശേഷം ഇപ്പോൾ മനുഷ്യന്മാർ ചെയ്യണത് ആദ്യം അവൻ്റെ കാര്യം, അതിനുശേഷമാണ് താൻ ആർക്ക് വേണ്ടിയാണോ ആ ജോലി എടുത്തത് അവൻ്റെ കാര്യം സെക്കൻഡ്. അപ്പോൾ ഇത് മനുഷ്യൻ ഇങ്ങനെ ചെയ്യുമെന്ന് അറിയാം, ഈ പ്രയോറിറ്റി അറിയാവുന്നതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? ആദ്യം ദൈവരാജ്യത്തെയും അങ്ങനെ അത് മനസ്സിലാക്കണ്ടേ. 6:33
നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടിയിലായാലും ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് പോർഷൻ ദൈവത്തിന്റെ കാര്യം. ചില പറയും അടയാളം കാണട്ടെ, ജോലി കിട്ടട്ടെ, വിവാഹം നടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ആത്മീയ ജീവിതം അനുഭവിക്കാമെന്ന് പറഞ്ഞാൽ അത് ഈ മറുത്ത് പറഞ്ഞ ഗുണ്ടയുടെ അവസ്ഥയാണ്. ഈ സ്വയം ഗുണ്ടയായി ദൈവത്തിന്റെ സന്നിധിയിൽ അവതരിച്ച് സ്വയം അപഹാസ്യനാകരുത്. ഉടമ്പടി എടുത്തിരിക്കുന്നവർ അറ്റ് എനി കോസ്റ്റ് ദൈവത്തിൻ്റെ വചനങ്ങൾ അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ആ വിഷയത്തിന് തീരുമാനം ആദ്യം ഉണ്ടാക്കണം. ആദ്യമായി ഞാൻ കോടാനുകൂടി നന്ദി പറയുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനത്തിൽ വരുന്നത്, ഞാനൊരു പ്രൈവറ്റ് ചിട്ടി സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുന്ന് ഞാൻ ചിട്ടിയുടെ കളക്ഷൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്ന സമയത്താണ് ഒരു ചേച്ചി പറഞ്ഞ അനുസരിച്ചിട്ടാണ് ഞാനിവിടെ വരുന്നത്. ഞാൻ ഇവിടെ വന്ന് ജസ്റ്റ് അമ്മയെ കണ്ട് തൊഴുതിട്ട് പോകാനായിട്ടാണ് വന്നപ്പോൾ ആ ഉടമ്പടി ടോക്കൺ എടുക്കുന്ന സ്ഥലത്ത് ഒരു ചേച്ചി നിൽപ്പുണ്ടായിരുന്നു. ആ ചേച്ചിയോടാണ് ഞാൻ ചോദിച്ചത്. ആ ചേച്ചി പറഞ്ഞു പെട്ടെന്ന് എടുത്തോ, ഉടമ്പടി എടുക്കാനായിട്ടുള്ള ടോക്കൺ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം 9ാമത്തെ ടോക്കണാണ് എനിക്ക് കിട്ടിയത്. ഞാൻ അതിരാവിലെ ഇവിടെ വന്നിരുന്നു. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഉടമ്പടി എടുക്കുമായിരുന്നു. ഇവിടെ തൊഴാൻ വേണ്ടി വന്നതാണ് ഞാൻ. പെട്ടെന്ന് തന്നെ ഞാൻ ടോക്കൺ എടുത്ത് ചെയ്തത്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. ഞാനൊരു ചിട്ടി സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടുത്തെ എൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പാവപ്പഴമുണ്ട്. ഒരു കസ്റ്റമർക്ക് ചിട്ടി കൃത്യസമയത്ത് നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ അത് എൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അമ്മയുടെ കാശുരൂപം കയ്യിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അവർക്ക് ആ ചിട്ടി കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജോലിയെ ബാധിക്കും, എൻ്റെ ജോലി എന്നെ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ അവസരത്തിൽ ഞാൻ ശരിക്കും അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് കാശുരൂപം കയ്യിൽ വെച്ചിട്ട് ഞാൻ ആ സിസ്റ്റത്തിൻ്റെ അടുക്കൽ ചെന്ന് അവരോട് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും സിസ്റ്റത്തിലുണ്ടെങ്കിൽ മാത്രമേ അവർ ലിസ്റ്റ് എടുത്ത് തരുള്ളൂ. പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ചു പോന്നു. വീണ്ടും അവരെന്നെ ഒന്നുകൂടെ ചെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ കമ്പ്യൂട്ടറിൽ കാണുന്നുണ്ട്, ലിസ്റ്റ് അടിച്ച് തരാമെന്ന് പറഞ്ഞു. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അമ്മയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ അത് സാധ്യമാകുന്ന ഒരു കാര്യമല്ല. കാരണം ഒരിക്കലും ലിസ്റ്റിലില്ലാത്ത ഒരു സാധനം കമ്പ്യൂട്ടറിൽ വരില്ല. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ വർഷങ്ങളായിട്ട് അവിടെയുള്ള ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ ഒരു അനുഗ്രഹം അമ്മ എനിക്ക് സഹായിച്ചു തന്നു. പിന്നെ എനിക്ക് ഏകദേശം ഒരു 10-20 വർഷത്തിന് ആയിട്ട് എനിക്ക് ഉറക്കം എന്നുള്ള പ്രശ്നം വലിയൊരു ഇതായിരുന്നു. ഉറങ്ങാൻ കിടന്നിട്ട് 12 മണിക്ക് ശേഷം എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഉറക്കം വരാതെ ഞാൻ എഴുന്നേറ്റിരിക്കുകയും വീട്ടിൽ ചിലപ്പോൾ ഞാൻ വൈഫിനോട് പറയും എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോകണം. ചിലപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകും. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ നോക്കുമ്പോൾ ചിലപ്പം പ്രഷർ കൂടുതലുണ്ടാകും. അപ്പോൾ അവരെന്തെങ്കിലും ഒരു മരുന്ന് തരും, ഞാൻ തിരിച്ചു പോരും. എങ്കിലും എനിക്ക് ഉറക്കം വരികയല്ല. ഞാൻ വെളുക്കുന്നവരെ ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷം കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് അമ്മയുടെയും കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് ഒട്ടും പറ്റണില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഇത് മാറ്റി തന്നെ ഒന്നും. വീട്ടിൽ എൻ്റെ വൈഫിന് പോലും അറിയില്ല. ഞാൻ 12 മണിക്കും 1 മണിക്കും രാത്രിയിൽ തനിയെ ബൈക്ക് ഓടിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട്. രാത്രിയിൽ വരുമ്പോൾ ഇവിടെ ആരും ഉണ്ടാവില്ല. വെളിയിൽ അമ്മയുടെ ആ രൂപത്തിൻ്റെ അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകും. ഞാൻ ഗേറ്റ് തുറന്ന് വാതിൽ തുറന്ന് അകത്ത് കയറി കിടന്ന് കഴിയുമ്പോൾ പോലും വൈഫ് അറിയാമല്ലോ. പിറ്റേ ദിവസം രാവിലെ വൈഫിന് ടെൻഷൻ ഉണ്ടാവുണ്ടല്ലോ എന്ന് കരുതി ഞാനത് പറഞ്ഞിട്ടുമില്ല. ഇപ്പോൾ ഇത് കേൾക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ വൈഫ് അത് അറിയുന്നത് തന്നെ. പല പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അതിനൊരു മാറ്റം വന്നത്. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മനസ്സിലേക്കൊരു ടെൻഷൻ വരുന്ന സമയത്ത് തന്നെ ഞാൻ അമ്മയുടെ കാശുരൂപം മുറുകെ പിടിച്ചിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും, അമ്മേ ഇനി വരല്ലേ അമ്മേ, എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് അതിൻ്റെ അപ്പുറം പോകില്ല. അതിന് മുമ്പ് ഞാൻ ഉറങ്ങും. എങ്ങനെയെങ്കിലും പിന്നെ ആ കാശുരൂപം ഞാൻ എൻ്റെ തല അടിയിൽ വെച്ചിട്ടാണ് ഞാനത് കിടന്നുറങ്ങുന്നത്. അങ്ങനെ ഒരു മാറ്റം എനിക്ക് അമ്മ തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഞങ്ങൾ തമ്മിലൊരു ഐക്യം എന്ന് പറയുന്നത് ഇല്ലായിരുന്നു. എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യങ്ങൾ നടക്കുമ്പോൾ വഴക്കും ബഹളമായിട്ട് അലസി പോകാറോ പതിവ്. അവരാരും തമ്മിലൊരു സഹകരണമോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കരോ വിളിക്കോ പറച്ചിലോ ഒന്നുമില്ലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അതിനൊരുപാട് മാറ്റം വന്നു. എൻ്റെ സഹോദരങ്ങൾ തമ്മിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പോകാനും വിളിക്കാനും എല്ലാ കാര്യങ്ങൾക്കും അവർ അടുക്കാറുണ്ട്. അവരെ ശത്രുക്കളായിട്ട് കണ്ടവർ പലരും തന്നെ ഇപ്പോൾ മിത്രങ്ങളായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു അനുഗ്രഹം അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലെ ബൈക്കിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്. കാരണം കളക്ഷൻ എടുക്കാനായിട്ട് പല സ്ഥലത്ത് വരെയും പോകണം. 40 കിലോമീറ്റർ ദൂരം പോയിട്ടാണ് തിരിച്ചു വരുന്നത്. ആ സമയത്ത് പലപ്പോഴും ഞാൻ രാവിലെ 10:30 ഓഫീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സമയം തൊട്ട് ഉച്ചയ്ക്ക് 1:30 ഊണ് കഴിക്കുന്നവരെയും അമ്മയുടെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കുകളും മാത്രമാണ് ഞാൻ കേൾക്കുന്നത്. വേറെ ഒരു കാര്യങ്ങളും ഞങ്ങൾ ആ ഊണ് കഴിക്കാനിരുന്ന സമയത്ത് മാത്രമേ ഞാൻ വേറെ എന്തെങ്കിലും കാണുന്നുള്ളൂ. വേറെ ഒന്നും ഞാൻ കാണാറില്ല.
പിന്നെ ഈ ഇന്നലെ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ജോലി കഴിഞ്ഞ് വൈകിട്ട് 7:30 ആകുമ്പോഴാണ് വീട്ടിൽ വരുന്നത്. മക്കൾ 2 പെൺകുട്ടികളാണ്. ഇളയാൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പുള്ളിക്കാരി തനിയെ പാചകം ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഇന്നലെ ഗ്യാസ് ഓൺ ആക്കിയിട്ട് എന്തോ പാചകം ചെയ്തിട്ട് 6 മണിക്കാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ വരുന്ന സമയം വരെ ഗ്യാസ് സ്ലിമ്മിലാണ് ഇരിക്കുന്നത്. റൂമിലേക്ക് കയറിയപ്പോൾ സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല. അടുക്കളയിലേക്ക് ചെന്നപ്പോൾ സ്മെല്ലുണ്ട്. പക്ഷേ മീനെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളി വെച്ചതിൻ്റെ മണാന്ന് കരുതി ഞാനും വൈഫും അതൊന്നും നോക്കാതെ ഞങ്ങൾ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചു. സായന പ്രാർത്ഥന ഞങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് ചെന്ന് കയറുമ്പോഴാണ് ഗ്യാസ് ഓണായിരിക്കുന്നത് അറിയുന്നത്. അതിനു മുമ്പ് ജസ്റ്റ് ആ നോക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ വാതിലൊന്ന് തുറന്നായിരുന്നു. ആ സമയത്തായിരിക്കും ചിലപ്പം എന്തോ ഇത് ഓഫായി പോയിരിക്കുകയാണ്, ഗ്യാസ് പോയിക്കൊണ്ടിരിക്കുക. മുറിക്കകത്ത് വന്നില്ലെങ്കിൽ അടുക്കളയിൽ ഫുള്ളായിട്ട് ഗ്യാസിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു. അത് ഉറപ്പാണ്, തീർച്ചയായിട്ടും അമ്മ ആ സമയത്ത് വന്ന് എൻ്റെയും എൻ്റെ മക്കളെയും സംരക്ഷിച്ചത് തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ പ്രേക്ഷിത പ്രദർശനം എന്ന് പറയുന്നത് ഞാൻ ചെയ്തിരുന്നത് ഇവിടുന്ന് പത്രം കിട്ടുമ്പോൾ അത് ബസ് സ്റ്റാൻഡിലും അറിയുന്നവർക്കൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ടോക്ക് ഒരു ദിവസം പോലും മുടക്കാറില്ല. അത് എല്ലാ ദിവസവും 5:30 കഴിയുമ്പോഴത്തേക്ക് ആ സമയത്തിൽ ഞാൻ കാണാറുണ്ട്. അത് എൻ്റെ സുഹൃത്തുക്കൾക്കും എനിക്ക് പരിചയമുള്ളവർക്കും ഒരുപാട് പേർക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് വൈക്കത്ത് ഒരു മൂത്തേടത്ത് കാവിലൊരു അമ്മമാർ മാത്രം നടത്തുന്ന ഒരു വൃദ്ധസദനമുണ്ട്. അവിടെ പ്രായമായ അമ്മമാർ മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് ഞാനിവിടെ വന്നതിന് ശേഷം ഞാനും വൈഫും കൂടെ ഞങ്ങൾക്ക് 2 പേരെയും കിട്ടുന്ന ശമ്പളത്തിൽ നിന്നൊരു വീതം എടുത്ത് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് കൊടുത്തു. അവിടുത്തെ ഒരു മദർ നല്ല ഒരു അമ്മയാണ്. ആ അമ്മ വിളിക്കും, പറയും എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലും കൊണ്ട് തന്നാൽ മതി എന്നേ പറയാറുള്ളൂ. എങ്കിലും ഇപ്പോൾ 2-3 മാസമായിട്ട് എൻ്റെ സുഹൃത്തുക്കളും ഞാൻ പോകുന്ന പല സ്ഥലത്തുനിന്ന് പലരോടും പറഞ്ഞ് അവരും കൂടെ ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ കൂടെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നിന്നപ്പോൾ അവിടെ 2-3 അമ്മമാർക്ക് കാല് പൊട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് സഹായങ്ങൾ അവിടെ കിട്ടാറില്ലെന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് കുറച്ച് ചെറിയൊരു തുക ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ അവിടെ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം, വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഞാൻ ഈ കൃപാസനത്തിൽ ചില റീലുകൾ കാണുമായിരുന്നു. അപ്പോൾ ഒരു റീല് കണ്ടപ്പോൾ അതിൽ ജപമാല വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാമെന്ന് കണ്ടു. ഞാൻ ആ നമ്പറിൽ വാട്സാപ്പ് ചെയ്തപ്പോൾ ആദ്യം 2 ദിവസത്തേക്ക് റിപ്ലൈ ഒന്നും ഉണ്ടായില്ല. 3ാമത്തെ ദിവസം എനിക്കിങ്ങോട്ട് റിപ്ലൈ തരും. ഒരു സിസ്റ്ററാണെന്നാണ് പറഞ്ഞത്. എനിക്ക് ആരെന്നോ ഏതൊന്നും മുഖമൊന്നും കണ്ടില്ല. അതിലൊരു ഫോട്ടോ എന്ന് വെച്ചാൽ ജപമാല ഇങ്ങനെ വളച്ച് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ മാത്രമേ എൻ്റെ അകത്തുള്ളൂ. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് പറയുകയാണ് ജപമാല ചൊല്ലാൻ അറിയാവോ? ഞാൻ പറഞ്ഞു എനിക്കറിയാൻ പാടില്ല എന്ന് ഞാൻ വോയിസ് മെസ്സായിട്ടെ. അപ്പോൾ എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഇങ്ങോട്ട് ടൈപ്പ് ചെയ്തു ജപമാല ഞാൻ അയച്ചു തരാം, എത്ര ചെല്ലേണ്ട രീതികളും ഞാൻ പറഞ്ഞു തരാമെന്ന്. 2 ദിവസം പിന്നെയും 2 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നോട് മെസ്സേജ് അയക്കുന്നത്. ഏകദേശം ഒരു 7-8 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അഡ്രസ്സിലേക്ക് 2 ജപമാലയും 1 ജപമാല ചെല്ലേണ്ട പുസ്തകവും വന്നു. അതിനുശേഷം ആ അഡ്രസ്സിലേക്ക് ആ നമ്പറിലേക്ക് ഒരു മെസ്സേജോ ഇങ്ങോട്ടോ അങ്ങോട്ടോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഏതാണെന്ന് പോലും മനസ്സിലായിട്ടില്ല ഇന്ന് വരെ. അത് അമ്മ തന്ന ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. അത് സത്യമായ കാര്യമാണത്. കാരണം ഇപ്പോഴും ഇന്ന് വരെ ഞാനത് മുടക്കിയിട്ടില്ല ജപമാല. വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് അത് ചൊല്ലിയിട്ടേ ഞാൻ കിടക്കാവുള്ളൂ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ആദ്യമായിട്ട് ഞാൻ ബൈബിൾ വാങ്ങിച്ചിട്ട് പോയി. അതും എനിക്ക് സമയം കിട്ടുന്ന പോലെ സമയത്ത് ഞാൻ ചൊല്ലാറുണ്ട്. ഇത്രയും എല്ലാം ചെയ്തു തന്ന എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരും. ഞാൻ കോട്ടയം കുമരകത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അനിയത്തി, പിന്നെ അച്ഛനും അമ്മയും ഉണ്ട്. ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് കഴിഞ്ഞ കൊല്ലം 2024 ഒക്ടോബർ 19-ാം തീയതി ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഈ തിരുസന്നിധിയിൽ നിന്നിട്ട് സാക്ഷ്യം പറയാനായിട്ട് അനുവദിച്ച എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. 1000 എന്ന് പറഞ്ഞാൽ പോരാ, എത്ര സംഖ്യ ഉണ്ടോ അത്രത്തോളം ഞാൻ നന്ദി പറയുവാണ്. എത്ര സംഖ്യ ഉണ്ടോ അത്രത്തോളം ഞാൻ നന്ദി പറയുവാണ് അമ്മ മാതാവിനോട്. അപ്പം ആദ്യം തന്നെ ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നത്, ഞാനൊരു പ്രൊഫഷണലി ഒരു നേഴ്സാണ്. അപ്പോൾ എൻ്റെ പ്രോസസ്സിങ്ങിൽ എനിക്ക് ഒത്തിരി തടസ്സങ്ങൾ നേരിട്ടുണ്ടായിരുന്നു. എൻ്റെ വിസ അങ്ങനെ എല്ലാം എനിക്ക് തടസ്സങ്ങളായിരുന്നു. അപ്പം അത് അമ്മ മാതാവ് എനിക്ക് ശരിയാക്കി തന്ന ആ ഒരു സാക്ഷിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നതിന് മുമ്പ് ആദ്യം പറയണം, അതായത് എനിക്ക് മാതാവുമായിട്ട് അല്ലെങ്കിൽ ഈശോപ്പയായിട്ടുള്ളൊരു കണക്ഷൻ എന്ന് പറയുന്നത്, ഞാൻ 7ാം ക്ലാസ് മുതൽ പള്ളിവക ഒരു സ്കൂളിലായിരുന്നു പഠിച്ചത്. അപ്പോൾ അവിടെ ഒരു ഗ്രോട്ടോ ഉണ്ട്. അപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ അവിടെ എന്നും പ്രാർത്ഥിച്ചിട്ടാണ് ക്ലാസ്സിൽ പോകുന്നത്. അപ്പോൾ എനിക്ക് എന്തോ ഒരു പോസിറ്റീവ് ഫീലിംഗ് തോന്നും. പിന്നെ അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും കുർബാനയിൽ എനിക്ക് കൂടുതലും ഉള്ളത് ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു ഹിന്ദുവാണ്, എന്നാലും ഞാൻ അവരുടെ കൂട്ടത്തിൽ ഞാൻ കുർബാന അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാതാവും ഈശോപ്പനെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം
ഇനി എൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ഇതിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു നേഴ്സാണ് ബൈ പ്രൊഫഷണലി. അപ്പം ഞാൻ എൻ്റെ നേഴ്സിംഗ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത് 2021 അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എല്ലാ നേഴ്സുമാരെയും പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു ആഗ്രഹം എബ്രോഡ് പോകണം. ഒന്നാമത് ബിലോ അവറേജ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്, അപ്പോൾ കുടുംബത്തിനെ ഒന്ന് സഹായിക്കണമെന്നുണ്ട്. അപ്പം ഞാൻ ഒരു തവണ OET എഴുതി. ആ ടൈമിൽ അച്ഛന് കുറച്ച് സ്ട്രോക്കും അസുഖങ്ങളും ഉണ്ട്, എന്നാലും സപ്പോർട്ടീവായിട്ടുള്ള പേരൻസ് ആയതുകൊണ്ട് ഒരു തവണ നമുക്കൊരു ചാൻസ് തന്നു, എഴുതിക്കോളാൻ പറഞ്ഞ്. അത് കഴിഞ്ഞപ്പം അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് 1 മാർക്കിന് എൻ്റെ റൈറ്റിംഗ് മൊഡ്യൂൾ പോയായിരുന്നു. പിന്നെ എനിക്ക് ചോദിക്കാൻ പറ്റില്ല, എഴുതിക്കോട്ടെ ഒന്നൊന്ന് ചോദിക്കാനുള്ളൊരു അവസരമൊന്നുമില്ല. പിന്നെ അത് ഞാനത് ആ പ്ലാൻ അങ്ങ് വിട്ടു. പിന്നെ എൻ്റെ മുമ്പിൽ ഒരു പ്ലാൻ ജോലിക്ക് കയറുക എന്നുള്ളതാണ്. പിന്നെ ജോലിക്ക് കയറി 1 കൊല്ലം നിന്നു. പക്ഷേ ഇപ്പം എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലത്തെ നഴ്സുമാരുടെ അവസ്ഥ. നമുക്കങ്ങനെ ശമ്പളം ഇപ്പോൾ ആസ് എ ഫ്രഷറായിട്ടൊരു 12 രൂപയൊക്കെ ഉള്ളൂ. അത് നമുക്ക് ഒന്നിനും നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. എനിക്ക് ലോണുണ്ട്, എഡ്യൂക്കേഷണൽ ലോണ്, അതിന് കറക്റ്റായിട്ട് 5000 രൂപ നമ്മൾ വീട്ടിൽ കൊടുക്കണം. പിന്നെ ഒന്നിനും തികയില്ല. അപ്പോൾ ഇങ്ങനെ പോകെ എനിക്ക് മനസ്സിലായി ഇതുകൊണ്ട് നമ്മുടെ കുടുംബത്തിനെ സപ്പോർട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു കസിൻ ചേട്ടൻ പറഞ്ഞിട്ടാണ് ജർമ്മൻ ലാംഗ്വേജിനെ പറ്റും, ജർമ്മനി എന്ന കൺട്രീനെ പറ്റി അറിയുന്നത്. അപ്പോൾ ഒരുപാട് എനിക്കതിനെപ്പറ്റി ആധികാരികമായിട്ടൊന്നും അറിയത്തില്ല, ഇങ്ങനെയാണ് പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒന്നും. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് മാത്രം അറിയാം. അങ്ങനെ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് സെലക്ട് ചെയ്തു. അങ്ങനെ ചേട്ടൻ പറഞ്ഞത് വെച്ചിട്ട് ഒരു ഏജൻസിയിലാണ് കൊടുത്തത്. അപ്പം നമ്മൾ ഏജൻസി തിരക്കിയപ്പോൾ തന്നെ അവർ പറയുന്നത് അവർ ഫുൾ കാര്യങ്ങൾ പ്രോസസ്സിങ്ങും പഠിപ്പീരും എല്ലാം അവർ ചെയ്യും. അപ്പം B1 ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കാര്യങ്ങളും ഇതിനെപ്പറ്റി പ്രോസസ്സിങ്ങിനെ പറ്റി ഒന്നും അറിയത്തില്ല, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എടുത്തു. അങ്ങനെ B1 വെച്ചിട്ട് കയറ്റി വിടാമെന്ന് പറഞ്ഞു. മെയിൻലി A1 A2 B1 B2 ഇങ്ങനെ 4 ലെവൽസ്. അപ്പോൾ B1 വെച്ചിട്ട് കയറ്റി വിടാമെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ളതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൃപാസന മാതാവും എൻ്റെ ജർമ്മൻ ലാംഗ്വേജും തമ്മിലാണ് നല്ലൊരു കണക്ഷൻ ഉള്ളത്. കാരണം ഞാൻ പഠിക്കാൻ തുടങ്ങിയ ആദ്യത്തെ ആഴ്ച മുതൽ തന്നെ എനിക്ക് കൃപാസനം പത്രം ഓരോരുത്തരും കൊണ്ടുതരും, ബസ്സിലും അതുപോലെ തന്നെ അടുത്ത് പാറേപ്പള്ളി പള്ളിയിൽ ഇരിക്കുമ്പോഴത്തേക്ക് തരും. അപ്പം ഈ പത്രം എനിക്ക് മാതാവിന് ഇഷ്ടമാണ്. അപ്പോൾ പത്രം വരുമ്പോഴേ ഞാൻ എന്ത് ചെയ്തു, എനിക്കൊരു സ്റ്റാമ്പ് കളക്ഷൻ പോലൊരു ഹോബിയായി. അതായത് ഇങ്ങനെ വരും, ഞാനത് വാങ്ങിച്ചെൻ്റെ ബാഗിനകത്ത് ഞാൻ വെക്കും. അപ്പം ഇങ്ങനെ ഒരു മാസത്തെ തന്നെ ഒരു 5ഉം 6ഉം പത്രമൊക്കെ എൻ്റെ ബാഗിനകത്തുണ്ട്. അപ്പം ഞാനൊരു ദിവസം അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് കണ്ടോ, എനിക്ക് ഇത്രയും പത്രം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, അതായത് മോനെ, അമ്മയ്ക്ക് കുറച്ചുകൂടെ അറിയാം കൃപാസനം എന്താണെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ കൃപാസനം പത്രം എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് അമ്മ മാതാവ് നമ്മൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനാന്ന് പറഞ്ഞു. എന്നാലും അപ്പം അമ്മ പറഞ്ഞു നിനക്ക് ഇത്രയും പത്രം ഇല്ലേ നിൻ്റെ കയ്യിൽ, അപ്പോൾ ഇനി വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ വാങ്ങിച്ചു വെക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം അത് ഞാൻ ഞാനിങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ട്, ബാഗിനകത്ത് വെക്കുന്നുണ്ട്, ഇങ്ങനെ പഠിത്തം പോവാം. അങ്ങനെ ഒരു 6 മാസം കൊണ്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്തു. ഈശോയുടെ ഒക്കെ അനുഗ്രഹം കൊണ്ട് ഞാൻ B1 ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായി. B1 പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞത് B1 പാസ്സായിട്ട് നമുക്കപ്പോൾ കയറ്റി വിടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏറ്റവും ഈ ഒരു ഏജൻസിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം ഇപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് നേഴ്സുമാർക്ക് ഈ ഒരു ജർമ്മൻ പ്രോസസ്സിംഗ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ എന്നോട് അവർ പറഞ്ഞിരുന്നത് 3 ലക്ഷം വിത്തൗട്ട് ടിക്കറ്റ് ആയിരുന്നു. അപ്പം നമ്മൾ അത്രയും പൈസ കൊടുക്കുമ്പോൾ അവർക്ക് അത്രയും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്നല്ലേ നമ്മൾ കരുതുക. അപ്പം ആദ്യത്തെ ഞാൻ ജയിച്ചപ്പോഴത്തേക്ക് അവരോട് പറഞ്ഞു ഒരു 1.15 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പം കടമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ആ ഒരു 1.15 രൂപ അടയ്ക്കുകയും ചെയ്തു. അപ്പം നമ്മൾ ചോദിക്കുക എത്ര നാളെടുക്കും ഏകദേശം ഇത് ശരിയാകാൻ. അപ്പോൾ അവർ പറയുന്നത് ഒരാഴ്ച കൊണ്ട്, ഞങ്ങൾക്ക് പരിചയമൊക്കെ ഉള്ള ആളുകൾ അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ ശരിയാക്കും. ശരിക്കും പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് ബെഷേഡ് എന്ന് പറയുന്നൊരു പേപ്പർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വൺസ് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഓഫർ ലെറ്ററും കൈ കിട്ടിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്കിത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്കതൊന്നും അറിയില്ലായിരുന്നു. നമ്മൾ പൈസ അടച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പം അവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ വിളിച്ചു ചോദിച്ചു, സാർ ബെഷേഡ് വന്നോ, ഇനി ബാക്കി കാര്യങ്ങൾ എങ്ങനെ. അപ്പം ഒരാഴ്ചയായിട്ടും വന്നിട്ടില്ല, 2 ആഴ്ചയായി വന്നിട്ടില്ല, 4 മാസം കഴിഞ്ഞിട്ടും ഇത് വരുന്നില്ല. അപ്പം നമ്മുടെ ആകെപ്പാടെയുള്ള പ്രതീക്ഷ, ഞാൻ പറഞ്ഞു ബിലോ ആവറേജ് ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇതേ ഉള്ളൂ ആകെപ്പാടെ ഒരു പ്രതീക്ഷയായിട്ടുള്ളൂ. വീട്ടിൽ അച്ഛൻ അതുപോലെ തന്നെ എല്ലാവരും വഴക്കും ബഹളവും എല്ലാം തുടങ്ങി. ഇപ്പം നിങ്ങൾക്കറിയാം ഇതുപോലെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്നവർ കുറേ എല്ലാ കുട്ടികൾക്കും മനസ്സിലാകും. അതായത് നമുക്ക് വെളിയിലോട്ടൊന്ന് ജർമ്മൻ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇറങ്ങാൻ പോലും പറ്റത്തില്ല. കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം ചോദിക്കും എപ്പോഴാണ് പോകുന്നത്, പോകാറായില്ലേ, കൊച്ചു തോറ്റുപോയോ, അങ്ങനെ. അത് പഠിച്ച് ജയിച്ച കഷ്ടപ്പാട് അറിയാം, പക്ഷേ എന്നാലും ഇത് തന്നെ ചോദ്യം. അതുകൊണ്ട് ഞാൻ ഒരു പരിപാടിക്കും ഒരു ഫംഗ്ഷനും ഒന്നും പോകത്തില്ല, കാരണം ഇപ്പോഴും പോകത്തില്ല, കാരണം ഈ ഒരു ചോദ്യം പേടിച്ച് പോകത്തേയില്ല. അപ്പം ഇങ്ങനെയായി വഴക്കും ബഹളവും ആയിട്ട് വീട്ടിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചേട്ടായി പറഞ്ഞായിരുന്നു,
കസിൻ ചേട്ടൻ പറഞ്ഞു ഇതുപോലെ എടി ഞാൻ ആലപ്പുഴയിൽ പോയപ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നപ്പം ട്രെയിൻ ഇറങ്ങി കുറച്ച് പേര് വന്നപ്പോൾ ഒരു ആൻറ്റിയായിട്ട് സംസാരിക്കുന്ന വഴിക്ക് മനസ്സിലായതാണ് ആൻറ്റിയൊക്കെ വരുന്നത് മുംബൈയിൽ നിന്നാണ്. അപ്പം അവരുടെ മകൻ ഇതുപോലെ പ്രോസസ്സിങ്ങിനകത്ത് കുറച്ച് തടസ്സങ്ങൾ വന്നിട്ട് അവർ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ആ പ്രോസസ്സിങ് എല്ലാം ഓക്കെ ആയിട്ട് ഇപ്പോൾ അവർ വന്നിരിക്കുന്ന സാക്ഷ്യം പറയാനായിട്ടാന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ പറഞ്ഞു നീ പൊക്കോ, നീ ആരോടും പറയൊന്നും വേണ്ട, നീ പോയിട്ടൊന്ന് പ്രാർത്ഥിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ പത്രമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കണക്ഷൻ കിട്ടി. അമ്മ പറഞ്ഞത് അന്ന് എന്നോട് പറഞ്ഞത് ഇതുപോലെ നമുക്ക് പത്രം വരുന്ന ഒരു ഇൻവിറ്റേഷൻ പോലെയാണ്, മാതാവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവിടെ ചെല്ലാൻ എന്നുള്ളത് എൻ്റെ പെട്ടെന്ന് മൈൻഡിൽ വന്നു. അങ്ങനെ ഞാനും അമ്മയും അച്ഛനും അനിയത്തിയും കൂടെ ആദ്യത്തെ ഒരാഴ്ച കൃപാസനത്തിൽ വന്നു. അപ്പം നമുക്ക് കൃപാസനത്തിനെ പറ്റി വലിയതായിട്ടൊന്നും അറിയത്തില്ല. വന്നു, ഞങ്ങൾ ഇവിടെയും അതുപോലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഫോട്ടോകൾ അവിടെയും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരിച്ചുപോയി. അത് കഴിഞ്ഞ് അന്ന് ഞങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി എങ്ങനെയാണ് ഉടമ്പടിയൊക്കെ. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ആഴ്ച ആയപ്പോഴത്തേക്ക് വീണ്ടും വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു. പക്ഷേ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ലൈഫിലുണ്ടായ മാറ്റങ്ങളെന്ന് പറയുന്നത് അത് ഭയങ്കര മാജിക്ക് പോലെയാണ്. അതായത് എനിക്ക് ക്രിസ്ത്യൻസ് എല്ലാവരും അരമണിക്കൂർ ഉടമ്പടിയിൽ ബൈബിൾ വായിക്കും. അപ്പോഴത്തേക്ക് എനിക്കൊരാഗ്രഹം, ബൈബിൾ എനിക്ക് വായിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു എനിക്ക് ഒരു ബൈബിൾ കൊണ്ടുതരാമോ ചേച്ചിയെന്ന് ചോദിച്ചു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ എനിക്ക് അമ്മ മാതാവും ഈശോപ്പനും തന്ന അനുഗ്രഹം. അപ്പോൾ ചേച്ചി എനിക്ക് ബൈബിൾ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചോദിക്കും. അപ്പം അങ്ങനെ പരിചയമുള്ളൊരു ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി എനിക്കൊരു കവർ ഒരു ദിവസം കൊണ്ടു തന്നിട്ട് പറഞ്ഞു ഇത് തുറന്നു നോക്കാൻ പറഞ്ഞു. ഞാനത് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ബൈബിളും ഉണ്ട്, ജപമാലയുണ്ട്. നല്ല പുതിയ ബൈബിളും ജപമാല ബുക്കും. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു ഇതുപോലെ ഇത് നിനക്ക് എവിടെ നിന്നാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ചേച്ചി പള്ളിയിൽ പോകുന്ന ആളല്ലേ, ഇപ്പോൾ ചേച്ചി പള്ളിയിൽ എവിടെന്നെങ്കിലും നാഗമ്പടം പള്ളിയിൽ നിന്നോ വാങ്ങിച്ചുകൊണ്ട് വന്നായിരിക്കൂലേ. അപ്പോൾ ചേച്ചി പറഞ്ഞാൽ അല്ല, ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അപ്പം ആ ഹസ്ബൻഡിന് അന്ന് കൃപാസനത്തിൽ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു, പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഓട്ടോ ആണ്. അപ്പം ചേട്ടൻ നീ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അവിടെ നിന്ന് ഒരു ബൈബിളും ഒരു ജപമാല ബുക്കും വാങ്ങിച്ചുകൊണ്ട് വന്നാന്ന് പറഞ്ഞു. അതെനിക്കന്ന് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ആഗ്രഹിച്ചപ്പം തന്നെ മാതാവ് എനിക്കത് കൃപാസനത്തിൽ നിന്ന് തന്നെ ഒരു ബൈബിളും ജപമാല ബുക്കും കൊടുത്തു വിട്ടത് എനിക്ക് ഒത്തിരി ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഉടമ്പടിയിലായി. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളെ കൊണ്ടാകാവുന്ന രീതിക്ക്. മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഒരു മാസത്തിലൊരു 5 ചോറും പൊതി അത്രയേ ഉള്ളൂ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അപ്പം അത്രയും കൊടുക്കാറുണ്ട്. അതുപോലെ പത്രം കൊടുക്കാറുണ്ട്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് ആസ് എ നേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കെയർ അവിടെ കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പം പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ മെഡിക്കൽ കോളേജിൽ പോയിട്ട് അങ്ങനെ സഹായിക്കാറുണ്ടായിരുന്നു. അപ്പം എൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും പ്രാർത്ഥനയും എല്ലാം മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മ എന്നെക്കാളും നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പം ഞങ്ങളിങ്ങനെ രാത്രിയിൽ സന്ധ്യാപ്രാർത്ഥന ചൊല്ലിയപ്പോഴത്തേക്ക് അമ്മ എന്നോട് പറഞ്ഞു മോനെ എൻ്റെ മനസ്സിലിങ്ങനെ മാതാവ് പറയുന്നതായിട്ട് എനിക്ക് തോന്നുക, നിങ്ങൾ എന്തിനാ ഇത് എടുത്തതെന്ന്. അപ്പം ഞങ്ങൾക്കൊരു ഡൗട്ടായി പോയി. ഇത് മാതാവ് ഈ ചോദ്യം ചോദിച്ചത് എന്തിനാ നിങ്ങൾ ഇത് എടുത്തതെന്ന് ചോദിച്ചത് ഒരു പോസിറ്റീവ് സൈനാണോ നെഗറ്റീവ് സൈനാണോ, എന്തിനാ ഇത് എടുത്തതെന്നാണ് മാതാവ് ചോദിച്ചത്. അപ്പം ഒന്നാമതേ നമ്മൾ ഈ സങ്കടത്തിൽ പോവാണ്. അപ്പം നമ്മൾ തന്നെ അത് ന്യായീകരിച്ച് വളച്ചൊടിച്ച് ഞങ്ങൾ ഇങ്ങനെയാക്കി, നമ്മൾ ഇത്രയും ദുഃഖിക്കുമല്ലേ. അപ്പം മാതാവ് പറയുന്നത് നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് സങ്കടങ്ങൾ ഉണ്ടാകും. അപ്പം നിങ്ങൾ എന്തിനാ എടുത്ത് ഇതൊന്നും സഹിക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാ ഇതെടുത്തതെന്ന് നമ്മൾ സ്വയം ആശ്വസിച്ചു ഇത് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് എൻ്റെ പ്രോസസ്സിങ് ഇങ്ങനെ ലാഗായി കൊണ്ട് തന്നെ ഇരിക്കുവാണ്. 6 മാസം 7 മാസം ഒക്കെ കഴിഞ്ഞു. എനിക്ക് പിന്നെ പേടിയായി. എൻ്റെ ഈ ലാംഗ്വേജിലായിട്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് എൻ്റെ ലാംഗ്വേജിൽ. പക്ഷേ അത്ര ആയപ്പം എനിക്ക് തന്നെ എൻ്റെ സെൽഫ് കോൺഫിഡൻസ് കുറയാനായിട്ട് തുടങ്ങി. എനിക്കിനി നന്നായിട്ട് ഈ ലാംഗ്വേജ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ലേ എന്ന് വരെ എനിക്ക് തോന്നിത്തുടങ്ങി. അപ്പം അങ്ങനെ ഇരിക്കെ എൻ്റെ മനസ്സിൽ തന്നെ തോന്നുവാണ് B2 പഠിക്കാം. കാരണം അപ്പോഴത്തേക്ക് എനിക്ക് ഏറെക്കുറെ ഇത് മനസ്സിലായി, ഇങ്ങനെയാണ് പ്രോസസ്സിങ്. B2 ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് പോകാനായിട്ട് പറ്റും. അങ്ങനെ B2 പഠിക്കാമെന്നുള്ള തീരുമാനത്തിൽ B2ൻ്റെ പ്രിപ്പറേഷൻ ഞാൻ സൈഡ് ബൈ സൈഡായിട്ട് നടത്തുന്നുണ്ട്. പിന്നെ ഒരു ചേച്ചി എനിക്ക് ആ ടൈമിൽ നല്ല മുറയ്ക്ക് പഴയ ഏജൻസിക്കാർ ഞങ്ങൾക്ക് ഇത് നടത്തുന്നുണ്ട്, ഇൻ്റർവ്യൂസ് നടത്തുന്നുണ്ട്. അങ്ങനെ വലിയ ഫേമസ് ആയിട്ടുള്ള ഹീലിംഗ് ഗൈസ്റ്റ് ഹോസ്പിറ്റലിലൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയത്തില്ല, എനിക്ക് ജോലി കിട്ടും. ഞാൻ ഏത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താലും അമ്മ മാതാവിൻ്റെ തൈലവും ഉപ്പും എല്ലാം പുരട്ടി കാശുരൂപവും കൈ പിടിച്ചിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. എനിക്ക് എല്ലാത്തിലും കിട്ടും, ഓഫർ ലെറ്ററും വരും. പക്ഷേ ഈ ഏജൻസിക്ക് അത് പിടിക്കത്തില്ല. ഇത് വേണ്ട എന്നിങ്ങനെ മാറ്റിക്കൊണ്ട് വിട്ടുകൊണ്ടിരിക്കുവാണ്. നമ്മൾ ആകെ പടമെടുത്തു. അങ്ങനെ ഏറ്റവും ഒടുക്കം ഇവർ നമുക്ക് കൊണ്ടുത്തന്നൊരു ഓഫർ ലെറ്റർ എന്ന് പറയുന്നത് അതെനിക്ക് ഭയങ്കര സഹിക്കാവുന്നതിലപ്പുറം പോയി. അതിനകത്തുള്ള പൊസിഷൻ എന്ന് പറയുന്നത് ഹൗസ് ഉണ്ട് ആംബുലൻ്റെ ഫ്ലീഗ എന്നാണ്. ഇപ്പം ജർമ്മൻ പഠിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് അത് മനസ്സിലാകും. ഹൗസ് മീൻസ് വീട്, ദെൻ ആംബുലൻ്റെ മീൻസ്
ആംബുലൻസ്, ഫ്ലീഗിയ മീൻസ് കെയർ. അപ്പം ആംബുലൻസും അതുപോലെ തന്നെ ഹോം നേഴ്സും. അപ്പം ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവ്, ഞാൻ ഉടമ്പടി എടുത്തിട്ടും മാതാവ് എനിക്ക് ഇതാണോ തരുന്നത്? ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെല്ലാം UK ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് പോയേക്കുന്നത്. ഇപ്പോഴും എൻ്റെ അച്ഛനും അമ്മയും എന്നെ ജർമ്മൻ പഠിപ്പിക്കാനായിട്ടും ഇതിനും എല്ലാം ഇങ്ങനെ കാശ് മുടക്കിക്കൊണ്ട് അവർ തന്നെ ഇങ്ങനെ ചിലവഴിക്കുക. അപ്പോൾ എന്നെക്കൊണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു പ്രയോജനവും ഇല്ലേ? പിന്നെ ഈ ഹൗസ് ഉണ്ട്, ആംബുലൻറ്റ്, ഫ്ലീഗിയ നേഴ്സ്, ഞാൻ അതാണോ മാതാവേ പഠിച്ചതെന്ന് ഞാൻ കരഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കരയാൻ അത്രത്തോളം ഞാൻ ഇതിലൂടെ കരഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനത് കരഞ്ഞ് മാതാവിനോട് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്താണേലും ചിലപ്പോൾ മാതാവ് ആഗ്രഹിക്കുന്നത് ഇതായിരിക്കും, ഓക്കെ പോട്ടെ, ഞാൻ ഈ ഒരു ഫ്ലോയ്ക്ക് പോവുകയാണെന്ന് തന്നെ മാതാവിനോടും ഈശോപ്പയോടും ഞാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഒരു ചേച്ചിയോട് എൻ്റെ സങ്കടം പറഞ്ഞായിരുന്നു, ചേച്ചി ഈ ഹോം നേഴ്സ് അത് ചേച്ചി ഞാനതല്ല പഠിച്ചത്, എനിക്ക് നേഴ്സ് തന്നെ ആകണം എന്നുള്ള ഒരിതുണ്ടായിരുന്നു. അപ്പം ഈ ചേച്ചി എന്നോട് പറഞ്ഞു, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പറഞ്ഞു തരാം, നീ ഒന്ന് അവിടെ ഒന്ന് വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ എല്ലാ ഏജൻസികളും കള്ളന്മാരാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ആദ്യം ഇങ്ങനെ പറയും, പക്ഷേ പിന്നീട് അതൊന്നുമല്ല നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഞാൻ എന്ത് പറഞ്ഞാലും മാതാവിനോട് ഞാൻ പറയും കേട്ടോ, മാതാവേ ഇങ്ങനെയാണ് കേട്ടോ, ഒരാൾ പറഞ്ഞു തന്നു, ഞാനിത് വിളിക്കുവാണ്. അങ്ങനെ പുതിയൊരു ഏജൻസിയിൽ വിളിച്ചപ്പോൾ ആദ്യം തന്നെ എടുത്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഒരു സ്ക്രീനിങ് വെക്കാം, നിൻ്റെ ലാംഗ്വേജ് സ്കിൽ എത്ര ഉണ്ടെന്ന് അറിയാനായിട്ട്. അന്ന് വീട്ടിൽ വഴക്കോട് വഴക്കാണ്. അച്ഛൻ ഡെയിലി വരുമ്പം പറയും അയാളെ വിളിക്കാം, സാറിനെ വിളിക്കാം, വിളിച്ചിട്ട് എന്ത് കാര്യവും, അവരെടുക്കത്തു പോലുമില്ല. ഇപ്പം എടുക്കാതിരുന്നിട്ട് നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ നമുക്കൊരു മടുപ്പുണ്ടല്ലോ ഇവരെടുക്കാതെ വരുമ്പോൾ. തിങ്കളാഴ്ച വിളിക്കും, ഞാൻ വിളിക്കും, എന്നിട്ട് ടൈം ടേബിൾ മോഡൽ ചൊവ്വാഴ്ച അച്ഛൻ വിളിക്കും, ഇങ്ങനെയായി. അങ്ങനെ ഞാൻ പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചു. അവർ തുടക്കത്തിൽ പറഞ്ഞു സ്ക്രീനിങ് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്ക്രീനിങ് വെച്ചപ്പോഴത്തേക്ക് വളരെ അപ്പോഴും ഞാൻ കശുരൂപം ഉപ്പും തൈലവും എല്ലാം ഞാൻ പുരട്ടിയാണ് ഞാൻ ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം അവർ വളരെ നല്ല ഫീഡ്ബാക്കാണ് തന്നത്. കൂടാതെ ആ ഇൻ്റർവ്യൂ എടുത്ത മാം എന്നോട് ചോദിക്കുകയും ചെയ്തു, നീ എവിടെയാണ് പഠിച്ചത്, നിനക്ക് ഞങ്ങളുടെ അടുത്ത് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല, കാരണം എൻ്റെ മാതാവ് തന്നെ ചോദിപ്പിച്ച ഒരു ചോദ്യമാണ്. കാരണം ഞാൻ പറഞ്ഞു ഒരു വരുമാനവും ഇല്ല, അത് 25,000 രൂപ ആ ഒരു ഓഫർ ലെറ്റർ തന്ന് ഞാൻ പറഞ്ഞു യെസ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എനിക്കൊരു വരുമാനമായി, എനിക്കൊരു ജോലിയായി. അപ്പം ആ വഴിക്ക് ഞാനിങ്ങനെ പ്രോസസ്സിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ എംപ്ലോയർ ഇൻ്റർവ്യൂ ഒക്കെ എനിക്ക് അധികം താമസിക്കാതെ അവിടെ എനിക്ക് കിട്ടി. അപ്പോഴും സൈഡ് ബൈ സൈഡായിട്ട് ഇവിടെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്, ഒന്നും ആയില്ല. എന്നും ചോദിക്കുമ്പോൾ പറയുന്ന അടുത്ത വെള്ളിയാഴ്ച വരും. അതുപോലെ ചിലപ്പം പറയും ഉർലോബ് വെക്കേഷൻ ആണെന്ന് പറയും. അപ്പം മുറയ്ക്ക് അവിടെയും പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ സൈഡ് ബൈ സൈഡായിട്ട് പുതിയ ഈ പ്രോസസ്സിങ് കൂടെ നടക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം ഇതുപോലെ ഞാൻ ചോദിച്ചു ഇതുപോലെ എന്തായി പ്രോസസ്സിങ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ഇൻ്റർവ്യൂ അവരെനിക്ക് അറേഞ്ച് ചെയ്തു തന്നു. അങ്ങനെ അതിലും ഞാൻ പാസ്സായി. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം എന്നോളം ട്രാൻസ്ലേഷൻ അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊസീജിയറുണ്ട്. അതിന് ഞാൻ എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അയച്ച് ജർമ്മനിയിലോട്ട് പുതിയ ഏജൻസിക്കാർ പറഞ്ഞത് വെച്ചിട്ട് കൊടുത്തു. ഓക്കെ, അപ്പം ഞാൻ അമ്മ പറയുന്നതനുസരിച്ച് ഞാൻ ആ ഫ്ലോയ്ക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയത്തില്ല എൻ്റെ ലൈഫ് എങ്ങോട്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ആദ്യം കൊടുത്ത അപ്പോഴത്തേക്ക് 1 കൊല്ലത്തോളമായി എൻ്റെ ആദ്യത്തെ ഏജൻസിയിൽ പ്രോസസ്സിങ് നടക്കാൻ തുടങ്ങിയിട്ട്. അവിടുന്ന് ഇത്രയും കാത്തിരുന്ന ബഷീഡ് വന്നു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കവിടെ ഒറിജിനൽ സബ്മിറ്റ് ബാക്കി പ്രോസസ്സിങ്ങിന് വേണ്ടി സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ടാമത്തെ ഏജൻസിയിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് കൊണ്ട് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ജർമ്മനിയിലാണ്. ഓക്കെ, അപ്പം ഇതുപോലെ ഞാൻ പറഞ്ഞു ഞാൻ ക്വിറ്റ് ചെയ്യുവാണ്. എന്നാലും എനിക്കൊരു സംശയമുണ്ട്, അവിടെ ഞാൻ അത്രയും കാത്തിരുന്നിട്ടും എനിക്ക് കിട്ടിയില്ല. ഇപ്പോൾ ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് അവിടെ ആയതുകൊണ്ടാണ് എനിക്കത് കൊടുക്കാൻ പറ്റാതിരുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ B2 എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. B2 എക്സാമും ഞാൻ പാസ്ഡായി. അത് ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ B2ൻ്റെ റിസൾട്ട് വരുന്നത് വെറും 15 ദിവസം കൊണ്ടാണ്. 15 ദിവസം കൊണ്ട്, സാധാരണ ഒരു 30 ദിവസമൊക്കെ എടുക്കുന്നത്, 15 ദിവസം കൊണ്ട് എൻ്റെ റിസൾട്ട് വന്നത്. അത് ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കാനായിട്ട് ഒരു ദിവസം വരുമ്പോഴാണ് വെളുപ്പിനെ ഞാൻ എൻ്റെ റിസൾട്ട് കാണുന്നത്. അതും എല്ലാം എനിക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന എല്ലാം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ തന്നെയാണ്. അതൊരു മാതാവിൻ്റെ ഒരു അനുഗ്രഹം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം റിസൾട്ട് വന്നു. പിന്നെ അവിടെ നിന്നുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞത് മാജിക്കാണ്. കാരണം എൻ്റെ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ ബഷീഡ് പേപ്പർ വന്നു. പിന്നെ പ്രീ അപ്രൂവൽ എന്ന് പറയുന്നൊരു പ്രൊസീജിയർ ഉണ്ടായിരുന്നു. അതിന് 1 മാസത്തോളമാണ് സമയമെടുക്കുന്നത്. പക്ഷേ നമ്മൾ പറയുമല്ലോ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എനിക്കറിയാം അത് ഈശോപ്പൻ്റെ എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് 1 മാസം കൊണ്ട് വരേണ്ട പ്രീ അപ്രൂവൽ തന്നെ എനിക്ക് ഒരാഴ്ച കൊണ്ടാണ് കിട്ടിയത്. അതിനുശേഷം എൻ്റെ VFS അപ്പോയിൻമെൻറ്റ് ഈ ഡിസംബർ 11-ാം തീയതി ആയിരുന്നു. അതും എനിക്ക് ഏജൻസിക്കാർ VFSന് പോകുമ്പോൾ പറഞ്ഞിരുന്നത് എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് ട്രാവൽ 26 എന്ന് എഴുതണമെന്നായിരുന്നു. ഞാൻ അതുപോലെ തന്നെ എഴുതിയത്. VFSൽ ചെന്നപ്പോഴത്തേക്ക് അവരെന്നോട് പറഞ്ഞു സാറ് ഇത് 26
26 എഴുതി കഴിഞ്ഞാൽ പറ്റത്തില്ല, കാരണം 26-ന് നിൻ്റെ വിസ പോലെ നിൻ്റെ കയ്യിൽ കിട്ടത്തില്ല, ഡേറ്റ് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡേറ്റ് മാറ്റി ഒരു ജനുവരി 15-ലേക്കൊക്കെ ആക്കി. എന്നാലും എനിക്കറിയാം എനിക്ക് ഇത്രയും ഫാസ്റ്റായിട്ട് ചെയ്ത് തന്നെ എൻ്റെ മാതാവ് അതും എനിക്ക് പെട്ടെന്ന് തന്നെ കയ്യിൽ തരുമെന്ന് അറിയായിരുന്നു. അങ്ങനെ 11-ാം തീയതി ഞാൻ VFSൽ വെച്ചത് എനിക്ക് എൻ്റെ പാസ്പോർട്ട് വിസയോടുകൂടി കൈ കിട്ടിയത് 17-ാം തീയതി ആയിരുന്നു. ഒരാഴ്ച തന്നെ എടുത്തുള്ളൂ. അപ്പം എനിക്കത് കിട്ടിയപ്പോഴും എനിക്ക് ഉള്ളിൽ പേടിയൊന്നുമില്ല. അതായത് എനിക്കിതിനകത്ത് എൻ്റെ വിസ അപ്രൂവ്ഡ് ആണെന്ന് എനിക്ക് അറിയാം, കാരണം എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ട്, ഈശോപ്പനുണ്ട്. അപ്പം എനിക്ക് എന്താണെങ്കിലും അത് അപ്രൂവ്ഡ് ആണെന്ന് അറിയാം. എന്നാലും എൻ്റെ അനിയത്തി പറഞ്ഞു, ചേച്ചി നമുക്കിത് അടുത്തൊരു പള്ളിയുണ്ട്, നമ്മളിതുവരെ പോയിട്ടില്ലാത്ത പള്ളിയാണ്, അപ്പം അവിടെ ഒന്ന് പോകാം, അവിടെ നമുക്ക് പോയിട്ട് നമുക്ക് അവിടെ വെച്ച് ഇത് തുറന്നു വെച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് 2 സൈഡിലും മംഗളവാർത്ത എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പള്ളിയിലോട്ട് കയറുമ്പോഴത്തേക്ക്. അപ്പോഴും എനിക്കറിയാം എൻ്റെ ഈ പാസ്പോർട്ടിനകത്തുള്ളതൊരു മംഗളവാർത്തയായിരിക്കും. അപ്പം ഞങ്ങൾ ഓപ്പൺ ചെയ്തു, പാസ്പോർട്ട് അപ്രൂവ്ഡ് ആണ്. അപ്പം എനിക്ക് പറയാനായിട്ടുള്ളത് ഇതാണ്, അതായത് ഒത്തിരി പള്ളികൾ കേട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു എന്തിനാ ജർമ്മൻ എടുത്തത് എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി ചോദ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുവാണ്, വൺസ് നമ്മൾ അമ്മ മാതാവിൻ്റെ മുമ്പിൽ നമ്മൾ ഒന്ന് മുട്ടുകുത്തി കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ മാതാവ് നോക്കിക്കോളും. അന്ന് എൻ്റെ ആ സർട്ടിഫിക്കറ്റ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ 3 ലക്ഷം കൊടുത്ത് ആംബുലൻറ്റ് ഫ്ലീഗയ്ക്ക് ചിലപ്പോൾ ഒരുപക്ഷെ കയറി പോയേനെയായിരുന്നു. പക്ഷെ അമ്മ മാതാവിനറിയാം എന്താണ് നല്ല കാര്യം, അത് നമ്മളിലേക്ക് എപ്പോഴാണ് നന്നായിട്ട് എത്തിച്ചു തരേണ്ടതെന്ന് ശരിക്കും പറഞ്ഞാൽ മാതാവിന് നന്നായിട്ട് അറിയാം. അപ്പം ഇപ്പം ഞാൻ പോകുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് 1 രൂപ പോലും അമ്മ മാതാവിൻ്റെ ഈശോപ്പയുടെ അനുഗ്രഹത്തിൽ എനിക്ക് മുടക്കേണ്ട ഒരു നല്ലൊരു ഹോസ്പിറ്റലിലോട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പാസ്പോർട്ട് ഞാനിവിടെ അമ്മ മാതാവിനെ ഈശോപ്പനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ വിസ. ഇതെൻ്റെ വിസയാണ്, അപ്രൂവ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ടിക്കറ്റ് വരാനായിട്ടുള്ളതാണ്. അത് ഈ മോസ്റ്റ് പ്രോബബ്ലി ഒരു 2 വീക്സിൽ തന്നെ വരുമെന്നാണ് ഈ പുതിയൊരു ഏജൻസി പറഞ്ഞിരിക്കുന്നത്. ഈശോപ്പയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. പിന്നെ ഇതെൻ്റെ അനിയത്തിയാണ്, അവൾക്കൊരു സാക്ഷിയുണ്ട്, അത് അവൾ തന്നെ പറയും. എൻ്റെ പേര് അഞ്ജുമോള്. ഞാൻ 4th ഇയർ BSc നഴ്സിംഗ് പഠിക്കുകയാണ്. ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ചേച്ചി എടുത്തതിന് ശേഷമാണ്. അത് മെയ് 10, 2025 ഞാൻ എടുക്കുന്നത്. അതെന്താ വെച്ചാൽ ഞാൻ 6th സെമസ്റ്റർ എഴുതി നിൽക്കുമായിരുന്നു. ആ സമയം ഞാൻ 2 സബ്ജക്റ്റിന് ഫെയിലായി. അത് ഞങ്ങൾ ആദ്യത്തെ സെമസ്റ്റർ ബാച്ച് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാം ഉണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ എൻ്റെ ഒരു 1 ഇയർ പോവും. 1 ഇയർ പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഗ്രാജുവേഷൻ കൂടാൻ പറ്റില്ല. എൻ്റെ ഒരു 1 ഇയർ ഫുള്ളായിട്ട് പോവുക. പിന്നെ എനിക്ക് ജൂനിയേഴ്സിൻ്റെ കൂടെ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊന്നപ്പം കൊറോണ കഴിഞ്ഞ ബാച്ചും കൂടെ ആയതുകൊണ്ട് കുറേ ലാഗായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ 1 ഇയറും കൂടെ പോകാമെന്ന് പറഞ്ഞാൽ എൻ്റെ കുറേ ആ ഒരു ഇത് പോകും. അങ്ങനെ അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇല്ല അമ്മ മാതാവ് ഒരു വഴി കാണിച്ചു തരും, പേടിക്കണ്ട. അങ്ങനെ പറഞ്ഞ് എനിക്ക് ഇതുവരെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാം വെച്ചിട്ടില്ല. അതങ്ങനെ വെച്ചു. ഞങ്ങൾ എന്നിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ എക്സാമായി. അപ്പം എനിക്കങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയില്ല. അപ്പം ഞാനിങ്ങനെ ധ്യാനമൊക്കെ കേൾക്കും. അപ്പോൾ അച്ഛൻ്റെ ഇങ്ങനെ ധ്യാനമൊക്കെ കേട്ടിട്ട് ഞാൻ രാവിലെ പ്രാർത്ഥിക്കാറ് ഇങ്ങനെയാണ്. എനിക്കറിയില്ല അങ്ങനെയാണോ പ്രാർത്ഥിക്കേണ്ടത് പോലും അറിയില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാറ് ഇങ്ങനെയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ തിരുമുകാരനോട് പറഞ്ഞ് വെള്ളം വീഞ്ഞാക്കി കൊടുത്ത പോലെ ഞാൻ അമ്മേനെ ഏൽപ്പിച്ച നിയോഗങ്ങൾ അമ്മയുടെ തിരുമുകാരം വരി എനിക്ക് സഹായിച്ചു തരണമെന്നാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്. കാരണം എൻ്റെ ഒരു കൊല്ലം പോവാ എനിക്കത് ഒട്ടും ഞാൻ ഭയങ്കര ഒന്നും ചിരിക്കുകയോ ഒന്നുമില്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, നീ എന്താ ചിരിക്കാത്തേ? കാരണം ഞാൻ ഒട്ടും ഭയങ്കര ഡിപ്രഷനിലോട്ട് പോവായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ പോണു, ഞാൻ മാത്രം അങ്ങനെ നിൽക്കണു. അങ്ങനെ എൻ്റെ എക്സാം വന്നു. രണ്ടെണ്ണമായിരുന്നു. എനിക്ക് ചൈൽഡും മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സബ്ജക്ട്സ് ആയിരുന്നു. ചൈൽഡ് കുഴപ്പമുണ്ടായിരുന്നില്ല, അമ്മയുടെ രംഗം കൊണ്ട് അത് കഴിഞ്ഞു. പക്ഷേ മാനേജ്മെൻറ്റ് എനിക്ക് ഭയങ്കര പാടായിരുന്നു. എനിക്കത് ഏറ്റവും ടഫായിരുന്നു. ആദ്യത്തെ ഇതിലും എനിക്ക് ടഫായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ എക്സാം വന്ന് ഞാൻ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ കയറിയത്. അപ്പോൾ ഞാൻ കൊന്തയും കാശുരൂപമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു, ഇനിയിപ്പം എക്സാം ഹാളിൽ അത് കയറ്റാൻ പറ്റില്ലേ. ഞാനപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ ഇനിയിപ്പോൾ അത് കയറ്റാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഞാൻ തോറ്റു പോകുന്നതായിരിക്കും ഞാൻ വിചാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കയറാൻ നേരത്ത് എനിക്ക് കൊന്തയും കാശുരൂപമൊക്കെ കയറ്റാൻ പറ്റി. ഞാൻ അങ്ങനെ ഹാളിലിരുന്നു. അതിന് മുമ്പ് ഞാൻ അമ്മയോട് ഒരു ദിവസം പറഞ്ഞായിരുന്നു, ഞാനിങ്ങനെ സാക്ഷ്യത്തിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, ചിലർ എക്സാം എഴുതാൻ പോകുമ്പോൾ ഇങ്ങനെ പറയും, അമ്മ ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ഈ കളറിലെ ഡ്രസ്സ് ഇട്ട് വരുവാണെങ്കിൽ അമ്മ അവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. അപ്പം ഞാനും അങ്ങനെ അമ്മയോട് ഒരു ദിവസം പറഞ്ഞ് അമ്മയുടെ കളറായ പച്ച, നീല, പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു അമ്മയെ വെള്ള, അങ്ങനെ ഏതെങ്കിലും ഒരു കളറിലെ ഡ്രസ്സ് ഇട്ട് ഇൻഡിവിജ്വലായിട്ട് ഡ്രസ്സ് വരുവാണെങ്കിൽ ഞാൻ അമ്മ അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു ഇരുന്നു. അങ്ങനെ കളറിൽ ആരും വന്നില്ല. അപ്പോൾ ഞാൻ ഓർത്ത് അമ്മ ആരും ഇല്ലേ എന്നിങ്ങനെ വിചാരിച്ചു. അങ്ങനെ എൻ്റെ ബുക്ക്ലെറ്റ് എനിക്ക് കിട്ടി. ബുക്ക്ലെറ്റ് കിട്ടിയപ്പോൾ
അതിൽ ഞാൻ കണ്ടത് ആ നൂൽ, അതിൽ സ്റ്റിച്ച് ചെയ്ത നൂലുണ്ട്, ആ നൂലിൻ്റെ കളർ പച്ചയാണ്. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട്, കാരണം എനിക്ക് അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാമാണ് മാനേജ്മെൻറ്റ്. എന്നെക്കൊണ്ട് എനിക്ക് പറ്റുമോ എനിക്കറിയില്ലായിരുന്നു, കാരണം എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്കത് പറ്റില്ല. അപ്പം ഞാനങ്ങനെ പറഞ്ഞു, അമ്മേ എന്തെങ്കിലും ഒരു കളർ കാണിക്കാം. ഞാൻ നോക്കിയപ്പോൾ ആ നൂലിന് പച്ച നിറം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി, സന്തോഷമായി, അമ്മ എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ ജയിക്കും. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ കരഞ്ഞു. കാരണം എനിക്ക് അയ്യോ ഇതിലും നല്ലത് ആദ്യത്തെ എക്സാം ആയിരുന്നെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു, 3 മണിക്കൂർ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പിന്നെ അമ്മേനെ പ്രാർത്ഥിച്ച് എക്സാം എഴുതാൻ തുടങ്ങി. എക്സാം എഴുതി അങ്ങനെ ഇറങ്ങിയപ്പം എല്ലാവരും പറഞ്ഞു ഇല്ലടെ പോകും. എഴുതി കുറച്ച് പേരുണ്ടായിരുന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേയേറെ പേരുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞു ഇല്ലടെ ഇത് പോകും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എൻ്റെ കൂട്ടത്തിൽ ഒരു കൊച്ചു പറഞ്ഞു ഇല്ലടെ നീ അമ്മേനെ വിശ്വസിക്കുന്നതല്ലേ, നീ പേടിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷ, ഞാൻ ഓർത്ത് പോവുമായിരിക്കും. പക്ഷേ എനിക്ക് ആ 2 വിഷയവും കിട്ടി. എൻ്റെ കൂട്ടത്തിൽ ആകെ കുറച്ച് 3-4 പേർക്ക് മാത്രമേ ഉള്ളൂ അന്ന് കിട്ടിയുള്ളൂ. അതിൽ ഞാനും ഒരാളായി. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഞാനന്ന് എല്ലാവരോടും എന്നെക്കൊണ്ട് പറ്റുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കഴിവ് കൊണ്ടല്ല, അമ്മയുടെ കൃപയാ മാത്രമാണ്. അമ്മ ഈശോപ്പോട് പറഞ്ഞാണ് എനിക്കിത് കിട്ടിയത്, അല്ലെ എൻ്റെ ഒരു ഇതുകൊണ്ടേ അല്ല അത് കിട്ടിയത്. അങ്ങനെ എന്നിട്ട് അതിനുശേഷം ഞാൻ ആ എക്സാം കഴിഞ്ഞു. അതിന് എനിക്ക് മാനേജ്മെൻ്റ് ആയിരുന്നല്ലോ ഏറ്റവും പാട്. അത് എനിക്ക് കിട്ടിയ മാർക്ക് 47. എനിക്ക് കിട്ടേണ്ട മാർക്ക്, ശരിക്കും ജയിക്കേണ്ട മാർക്ക് 37.5 എനിക്ക് കിട്ടിയത് 47. അപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ പെട്ടെന്നൊരു ഇത് തോന്നിയെന്ന് വെച്ചാൽ, ഞാനൊരു സാക്ഷ്യം കേട്ടിട്ടുണ്ട്, ഇതുപോലെ തന്നെ ഒരു കുട്ടി ഇവിടെ വന്ന് നേഴ്സിങ്ങിൻ്റെ കാര്യം പറയുന്നത്, തോറ്റു പോകുമെന്ന് വിചാരിച്ച വിഷയം അമ്മ 47 മാർക്ക് കൊടുത്ത് ആ കുട്ടിക്കും ജയിച്ചെന്ന് കേട്ടപ്പോൾ ഞാൻ ഓർത്തു അയ്യോ ആ കുട്ടിക്ക് 47 എനിക്കും 47. എനിക്കത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. അതുപോലെ തന്നെ ചേച്ചി ആദ്യം ഉടമ്പടി എടുത്തപ്പം എനിക്ക് കമ്മ്യൂണിറ്റിയുടെ ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് എനിക്ക് നന്നായിട്ട് ടെൻഷനായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു എനിക്ക് പറ്റില്ല, ഞാൻ തോറ്റു പോവായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ചിലപ്പോൾ ചേച്ചി വെച്ചിട്ടുണ്ടായിരുന്നു ഉടമ്പടിയിൽ. അതിന് എനിക്ക് കിട്ടിയ മാർക്ക് 47. പിന്നെ അത് കഴിഞ്ഞു 7th സെം കിട്ടിയാലേ ഉണ്ടായിരുന്നു എനിക്ക് ഇത് 6th സെം കിട്ടിയാലേ എനിക്ക് 7th സെം എഴുതാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എൻ്റെ 7th സെം എനിക്ക് എഴുതാനുള്ള അനുഗ്രഹം അമ്മ തന്നു. അതെനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അമ്മയ്ക്കും തിരുമാറിനോടും. അങ്ങനെ ആ എക്സാമും കഴിഞ്ഞു. എനിക്ക് ആദ്യമായിട്ടാണ് ഇനി എനിക്ക് ഒരു സെമ്മും കൂടെ ആണുള്ളത്, 8ാമത്തെ സെം. അതിൽ ഞങ്ങളുടെ സിലബസ് വെച്ച് ഞങ്ങൾക്ക് തിയറി ഇല്ല, പ്രാക്ടിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു ഇതിന് ഫെയിലായ 8ാമത്തെ എഴുതാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഈ നേഴ്സിംഗ് കരിയറിൽ ഈ സ്റ്റുഡൻ്റ് ഈ കരിയറിൽ ഞാൻ ആദ്യമായിട്ടാണ് എക്സാം എഴുതിയപ്പം ഒരു ലാസ്റ്റത്തെ എൻ്റെ 3ാമത്തെ എക്സാം എഴുതുന്ന സമയത്ത് OBG ആയിരുന്നു. അപ്പം ഞാൻ കമ്മ്യൂണിറ്റി അപ്പം ഞാൻ എന്ത് ചെയ്തു, ലാസ്റ്റ് ആദ്യമായിട്ടാണ് ഒരു എക്സാം എഴുതുന്നതിന് മുമ്പ് ഇന്നും ഞാൻ പ്രാർത്ഥിക്കും, പക്ഷെ ഒരു ടെൻഷൻ അടിക്കാതെ എനിക്ക് എഴുതാൻ പറ്റി. ലാസ്റ്റ് എക്സാം ആയപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ പേപ്പർ വെച്ചത്. സാധാരണ എല്ലാ എക്സാമും കഴിയുമ്പോഴും ഞാനിങ്ങനെ ടെൻഷനായിട്ട് എനിക്ക് പേപ്പർ പെട്ടെന്ന് കൊടുക്കുകയാണ് ചെയ്യാറ്. എനിക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ശരിയാണോ എന്ന് പോലും എനിക്ക് നോക്കാനുള്ള ടൈം കിട്ടാറില്ല. ഇത് ലാസ്റ്റ് ഞാൻ എല്ലാം പ്രാർത്ഥിച്ച് ടൈം എടുത്ത് എനിക്ക് ആൻസറും എല്ലാം നന്നായിട്ട് നോക്കി കൊടുക്കാൻ പറ്റിയപ്പോൾ തന്നെ ഞാനിങ്ങനെ വിശ്വസിച്ചു ഇത് ഞാൻ ജയിക്കുമായിരിക്കും. കാരണം എനിക്ക് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊടുക്കാനുള്ള ടൈം എനിക്ക് കിട്ടി. അതുകൊണ്ട് ലാസ്റ്റ് തിയറി എക്സാമിന് എനിക്കങ്ങനെ കൊടുക്കാൻ പറ്റിയപ്പോൾ തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു അമ്മ എന്നെ ജയിപ്പിക്കും. അന്നെൻ്റെ റിസൾട്ട് വന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞാണ് എൻ്റെ റിസൾട്ട് വന്നത്. എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോഴാണ് എനിക്ക് റിസൾട്ട് വരുന്നത്. അത് എനിക്ക് വന്നത് ചൊവ്വാഴ്ചയാണ്. എനിക്ക് മിക്ക അനുഗ്രഹങ്ങളും കിട്ടിയിരിക്കുന്നത് അമ്മയുടെ കിട്ടിയത് ചൊവ്വാഴ്ചകളിലാണ്. ആദ്യത്തെ എൻ്റെ ഇങ്ങനെ പോകുമെന്ന് വിചാരിച്ചത് റിസൾട്ട് കിട്ടിയതും ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ എനിക്കൊരു ഭയങ്കര അനുഗ്രഹമാണ്. പിന്നെ ഞാൻ ചേച്ചിയുടേതും വെച്ചിട്ടുണ്ടായിരുന്നു ഉടമ്പടിയിൽ. ചേച്ചി B2S പാസ്സാണോ, എത്രയും വേഗം ജർമ്മനിയിൽ എത്താൻ പറ്റണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതും അമ്മ തന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ചേച്ചിക്ക് ട്യൂട്ടറായിട്ട് ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തതല്ല അങ്ങനെ കിട്ടുമെന്ന്. അത് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ കുറേ മാറ്റങ്ങളുണ്ടായി. ഞങ്ങൾക്ക് കുറേ കഷ്ടപ്പാടുണ്ടായിരുന്നു, അതെല്ലാം മാറി. ഞങ്ങൾക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റി. ഇപ്പോൾ എന്താ ഞങ്ങൾ പെട്ടെന്നായിരുന്നു വാങ്ങിയത്. ചേച്ചിയുടെ ഫോണ്, ഡൈനിങ് ടേബിൾ, ഫ്രിഡ്ജ്, ഇൻവേർട്ടർ, അങ്ങനെ ഞങ്ങൾക്ക് എല്ലാം ഞങ്ങൾക്ക് പെട്ടെന്ന് വാങ്ങാൻ പറ്റി. കാരണം ഞങ്ങൾക്ക് അതൊരു ഭയങ്കര അനുഗ്രഹമാണ്. ഒന്നും ഇല്ലാത്തിടത്തു നിന്ന് അങ്ങനെ പെട്ടെന്നൊരു ചേച്ചിക്ക് അത്രയും കഷ്ടതയിൽ നിന്ന് കടന്നിടത്തു നിന്നൊരു ജോലി കിട്ടി, അത്രയൊക്കെ വാങ്ങുക എന്ന് പറയുമ്പം അത് അമ്മയുടെ തിരുമാറിന് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്ക് തിരുമാറിന് ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും ഞങ്ങൾ ഉടമ്പടി തുടരുവാൻ തന്നെയാണ്. ഞാൻ ശരിക്കും ആദ്യത്തെ ഉടമ്പടി എടുത്തിട്ട് നിർത്താൻ അങ്ങനെയാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ എനിക്ക് ഓരോ ഉടമ്പടി പുതുക്കുന്നതിന് തൊട്ടും അമ്മ ഞങ്ങൾക്ക് 2 പേർക്കും ഞങ്ങളുടെ കുടുംബത്തിനും അനുഗ്രഹങ്ങളാണ് തരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഒരിക്കലും അമ്മേനെ അത് ഉടമ്പടിയിൽ നിന്ന് മാറാൻ പറ്റില്ല. ഞങ്ങൾ ഉടമ്പടിയിൽ തന്നെ നിൽക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈശോയ്ക്കും അമ്മയ്ക്ക് തിരുമാറിനും ഒരുപാട് നന്ദി. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം
20-21 തിരുവചനങ്ങൾ. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. ഇവിടെ ശില്പയും അഞ്ജുവും 2 സഹോദരിമാർ തങ്ങളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ ഏറ്റുപറഞ്ഞത്. ഇവർക്കൊന്നു മാത്രമേ പറയാനുള്ളൂ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ഇവരുടെ ജീവിതത്തിൽ ലഭിച്ച വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഇവർ ഇവിടെ നമ്മോട് ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നത്. ശില്പ വളരെ അയോഗ്യതകളുടെ കണക്കുകളാണ് എപ്പോഴും ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ഇപ്പോഴത്തെ യൂത്ത് അട്രാക്ഷനിലേക്ക് കടന്നുപോയി എല്ലാം പോസിറ്റീവെന്ന് പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ഈശോയ്ക്ക് എല്ലാ അയോഗ്യതകളെയും സമർപ്പിച്ചിട്ടാണ് വലിയ കൃപകളും അനുഗ്രഹങ്ങളും ഈ മക്കൾക്ക് ലഭിച്ചിരിക്കുന്നത്. എല്ലാം 1 മാർക്കിന് നഷ്ടപ്പെട്ടിരുന്ന ശില്പ വളരെയധികം എല്ലാ അയോഗ്യതകളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ മകൾക്ക് ലഭിച്ചത് വലിയ ലാഗ് ചെയ്തുകൊണ്ടിരുന്ന ഉടമ്പടി പ്രാർത്ഥന, അവരുടെ അനുഗ്രഹങ്ങൾ ഒറ്റയടിക്ക് ഒരു ട്യൂട്ടറാകുവാനും ജർമ്മൻ ടീച്ചറാകുവാനും അതുപോലെ തന്നെ അവർക്ക് വിസയും ടിക്കറ്റുമെല്ലാം ഫ്രീ ആയി ജർമ്മനിയിലേക്ക് പോകാനുമുള്ളൊരു വലിയ അനുഗ്രഹം. ഇവരുടെ കുടുംബം തന്നെ വളരെ സന്തോഷത്തിലാണ്. ഇവർക്ക് ഒരു ചെറിയ ജോലി കിട്ടിയത് മൂലം വീട്ടിലും കുടുംബത്തിലും ഉണ്ടായ പരസ്പര സ്നേഹവും ബഹുമാനവും, കുടുംബത്തിൽ ഒരുപാട് വസ്തുക്കൾ ഇവർക്ക് പുതിയതായി വാങ്ങാൻ സാധിച്ചതിൻ്റെ സന്തോഷവും, അതുപോലെ തന്നെ അഞ്ജുവിനും വലിയ സന്തോഷത്തോടു കൂടി വളരെ ദാവീദ് നൃത്തം വയ്ക്കുന്നത് പോലെയാണ് വളരെ ഇവർ കുടുംബം മുഴുവൻ ഇവിടെ വന്ന് വളരെ സന്തോഷത്തോടുകൂടി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നത്. നമുക്കറിയാം, ബിഗ് സീറോ എന്ന് നാം പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന ഒരു പ്രസ്താവന നാം നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് പരിശുദ്ധ അമ്മയെ പോലെ വലിയ സ്തോത്രഗീതം പാടാനായിട്ട് സാധിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്ന് നമുക്ക് വളരെയധികം നന്ദിയോടെ ഓർത്ത് പാടുവാനായി സാധിക്കും. സമറിയാക്കാരി സ്ത്രീ ഒഴിഞ്ഞ കുടം വെച്ച് ഈശോയോട് പറഞ്ഞതുപോലെ, ആ ജീവജലം എനിക്ക് നൽകുക, ഞാൻ ഇനി ഇവിടെ ഒരിക്കലും വെള്ളം കോരാൻ വരണ്ടല്ലോ. ജീവജലം നമുക്ക് എപ്പോഴും കൊതി തീരാതെ കുടിക്കുവാനുള്ള ഒരു പ്രാർത്ഥനയാണ് ഉടമ്പടി. നമുക്കത് ദാഹം തീരുവോളം, ദാഹം തീർക്കാതെ നമുക്ക് കുടിച്ചുകൊണ്ടേയിരിക്കാം. ഈശോയെ നമ്മെപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കാം. ഇവരിപ്പോൾ ചെയ്യുന്നത് അതുതന്നെയാണ്. ഇവരുടെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും അതുതന്നെയാണ്. ഇവർ ഈശോയെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഈശോ ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ, എന്നിൽ നിന്ന് കുടിക്കുന്നവൻ തന്നെ, കുടിക്കുക എന്ന് പറഞ്ഞവൻ തന്നെ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ 2 അർത്ഥവും ഇവരിപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് വിസ പ്രോസസ്സിങ്ങിൽ ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കൾക്കും, ജോലിയില്ലാത്ത എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി നന്ദിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക. അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അരവിന്ദ്, കോട്ടയം ജില്ലയിൽ മണിമലയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ രേഖ, ഇത് അനിയത്തി അർച്ചന. ഞങ്ങൾ 3 പേരടങ്ങുന്ന ചെറിയൊരു കുടുംബമാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ അറിവ് വെച്ചപ്പം തൊട്ടേ സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു. മൊത്തത്തിൽ കടങ്ങളും ബാധകളും കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ സമയത്ത് 2020 ഒരു സ്ഥലം വാങ്ങിച്ചു, വീട് വെച്ചു. വീടിൻ്റെ കടങ്ങളായി. അപ്പോഴത്തേക്ക് ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടാണ്. ഞങ്ങളൊരു 5 പേര് നല്ല കൂട്ടുകാരായിരുന്നു. അപ്പം ആദ്യം വന്ന അശ്വിൻ എന്ന് പറയുന്ന ആളായിരുന്നു. അശ്വിൻ്റെ കൂടെ ഞാനും വരുമായിരുന്നു. അവൻ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ ഉടമ്പടി എടുക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ അവൻ്റെ കൂടെ വരുമായിരുന്നു. രണ്ടാമത് വന്നത് അബീത്ത് എന്ന് പറയുന്ന ചേട്ടനായിരുന്നു. പുള്ളിയുടെ കൂടെ ഞാൻ വരുമായിരുന്നു. വരുന്ന വഴിയെന്നെല്ലാം ഞാൻ വന്ന് പ്രാർത്ഥിക്കത്തേ ഉള്ളൂ. അവർ വന്ന് ഉടമ്പടി എല്ലാം എടുത്ത് പോകുമായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു ഹിന്ദുവാണ്. അപ്പം അവർ രണ്ടും വന്ന് ഉടമ്പടി എല്ലാം എടുത്ത് പ്രാർത്ഥിച്ച് പോകും. അപ്പോൾ അവർക്ക് അതിൻ്റേതായ അനുഗ്രഹങ്ങൾ മാതാവ് കൊടുക്കുന്നുണ്ടായിരുന്നു. അവരും ഹിന്ദുക്കളായിരുന്നു. മൂന്നാമത് സിദ്ധാർത്ഥ എന്ന് പറയുന്ന ഒരാൾ വന്നു. അവനും വന്ന് പ്രാർത്ഥിച്ച് അവന് മാതാവ് അനുഗ്രഹം കൊടുത്തു. അവന് മാലദ്വീപ്സ് ജോലിയായി. അപ്പം ഞാൻ അവസാനത്തെ കണ്ണിയായിരുന്നു, 5ാമത്തെ. അപ്പോഴത്തേക്ക് കടങ്ങളും കൊണ്ടങ്ങ് ഇതായി. വീട് പണി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിയിൽ കടം വന്നു.
അപ്പോഴത്തേക്ക് ഒരു ഏജൻറ്റ് വന്നിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് ഗൾഫിൽ ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. രൂപ മൊത്തത്തിൽ 85,000 രൂപ കൊടുത്താൽ മതി, നിനക്ക് ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഇവിടുന്ന് എല്ലാം തിരിച്ചും മറിച്ചും 85,000 രൂപ ആ ഏജൻറ്റിൻ്റെ പൈസ കൊടുത്തു. അപ്പം അതൊരു തട്ടിപ്പായിരുന്നു. ആദ്യമൊക്കെ ആദ്യത്തെ ഒരു മാസം കഴിയുമ്പം പറഞ്ഞു, നിന്നെ പാസ്പോർട്ടെല്ലാം അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു നിനക്ക് വിസ അടിക്കാൻ വേണ്ടി എല്ലാം ഇതാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, ഇതുവരെയായിട്ടും അതിൻ്റെ ഒന്നും ഇല്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ലാസ്റ്റ് അവരെ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. അപ്പം ഒരു തവണ വേറെ നമ്പറിൽ നിന്ന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇനിയും നിൻ്റെ പേര് കള്ളക്കേസാക്കാൻ പോവുക, നിനക്ക് പിന്നെ വേറെ രാജ്യത്തോട്ട് പോലും പോകാൻ പറ്റത്തില്ലെന്നുള്ള രീതിയിലാക്കുമെന്ന് പറഞ്ഞു. അതോടെ പിന്നെ അതങ്ങ് നിന്നു. അപ്പോഴത്തേക്ക് മൊത്തത്തിൽ കടവായി. അപ്പം ഞാൻ ഒരു ഡിഗ്രി പഠിച്ചതാണ്, എന്നിട്ട് മണിയിലെ ഒരു പച്ചക്കറി കട ജോലിക്കായിട്ട് നിൽക്കുമായിരുന്നു. അപ്പം ഭയങ്കര ബുദ്ധിമുട്ട് കാരണം ഒരു ദിവസം രാത്രി ആയപ്പോഴത്തേക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടായിരുന്നു തോന്നുന്നു എനിക്ക് പിറ്റേ ദിവസം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാമെന്നുള്ള ഇതായി. ഞാൻ ആരോടും പറയാതെ പിറ്റേ ദിവസം രാവിലെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യം എനിക്ക് മെഴുകുതിരിയായിരുന്നു കിട്ടിയത് ഇതിന്. എന്നിട്ട് ഉടമ്പടി എടുത്തു പോയി. അപ്പോഴത്തേക്ക് ഇതിനു മുമ്പ് നാട്ടിൽ എൻ്റെ ഒരു ഗൾഫിലൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, എൻ്റെ സീനിയറായിട്ട് പഠിച്ചത്. അവൻ വന്നപ്പോഴത്തേക്ക് ഞാൻ അവനോട് ഈ കഥകളെല്ലാം പറഞ്ഞായിരുന്നു. എന്നെ ഇതുപോലെ ഒരാൾ ചതിച്ചു, ഗൾഫിൽ ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ചതിച്ചു. അപ്പോൾ അവൻ ഗൾഫിൽ ജോലിക്ക് ലീവിന് വന്നു. അവനോട് ഞാൻ പറഞ്ഞായിരുന്നു. അവൻ അതിപ്പം പറഞ്ഞ് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ ലീവ് കഴിഞ്ഞ് അവൻ നേരെ ഗൾഫിൽ കയറിപ്പോയി. എന്നിട്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, എടാ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സാറിന് നമ്പർ തന്നായിരുന്നു. അപ്പോൾ ഇതെല്ലാം നടക്കുന്നൊരു ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ്. അപ്പം മാർച്ച് ഏപ്രിൽ മെയ് ജൂണൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ ഇവിടെ വരുന്നത്, ആദ്യത്തെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത്. ഇതിപ്പോൾ 2ാമത്തെ ഉടമ്പടി എടുക്കുന്നതാണ്. ജൂൺ മാസം 26-ാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത്. ജൂൺ 27 ആയപ്പോഴത്തേക്ക് അന്ന് ആ സാറിനോട് പറഞ്ഞ സാറ് എന്നെ കോൺടാക്റ്റ് ചെയ്തു, ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്, നീ വരുന്നോന്ന് ചോദിച്ചു. അപ്പം തന്നെ ഞാൻ 5-6 ദിവസം കൊണ്ട് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവ് പെട്ടെന്ന് തന്നെ സഫലമാക്കി തന്നു. വിസിറ്റിംഗ് എടുക്കാൻ എനിക്ക് 10,000 രൂപയുള്ളൂ. ഞാൻ കറക്റ്റ് ആ ചൂട് സമയത്ത് പോയിക്കൊണ്ട് 7,500 രൂപയുള്ളായിരുന്നു എനിക്ക് ടിക്കറ്റ്. മൊത്തത്തിൽ 17,500-ന് ഞാൻ ഗൾഫിൽ പോയി. എനിക്ക് അവിടെ ജോലിയായി. ഇപ്പോൾ 6 മാസമായി. 6 മാസം ആയപ്പോഴത്തേക്ക് അതിനിടയ്ക്ക് ഒരു പനി വന്നായിരുന്നു. പനി അവിടെ വെച്ച് ശകലം കൂടിപ്പോയിട്ട് എൻ്റെ ബ്ലഡിൽ CPR എന്ന് പറയുന്ന ഒരു സാധനം കൂടിപ്പോയിട്ട് 2-3 ദിവസം അവിടെ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അതെല്ലാം മാതാവ് പെട്ടെന്ന് എന്നെ പ്രാർത്ഥിച്ച് എൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റിത്തന്നു. ഇപ്പോൾ ഞാൻ പോയിട്ട് 6 മാസമായി. ഇപ്പോൾ ലീവിന് വന്നതാണ്. ഈ ജനുവരി 15 ഞാൻ കയറിപ്പോകും. ഈ 6 മാസത്തിനിടയ്ക്ക് എൻ്റെ കുറേ കടങ്ങൾ എനിക്ക് വീട്ടാൻ പറ്റി. അതുപോലെ എൻ്റെ കൂട്ടുകാരന്മാരാണേലും ഒരുത്തനാണെങ്കിൽ മാൽദീവ്സ് ജോലിക്ക് കയറി. മറ്റേ എൻ്റെ കൂട്ടത്തിൽ വന്ന പുള്ളിക്ക് സർക്കാർ ജോലി കിട്ടി. അവർ 2 കഴിഞ്ഞ ദിവസം വന്ന് ഇവിടെ ഉടമ്പടി പറഞ്ഞായിരുന്നു. പിന്നെ എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു ഇടയ്ക്ക്. നടുവേദന മാറാൻ ആശുപത്രി പോയി ചോദിക്കുമ്പോൾ എല്ലാം ഒരു കുഴപ്പമില്ല. പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എനിക്ക് നടുവേദന എടുക്കും. അപ്പോൾ ഇവിടുത്തെ തൈലം പുരട്ടിയിട്ട് എൻ്റെ നടുവേദനയും പൂർണ്ണമായിട്ട് മാറി. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് മാതാവ് നടത്തി തന്നു. ഉടമ്പടി വസ്തുക്കൾ തൈലമായിരുന്നു എൻ്റെ നടുവേദന മാറ്റാൻ വേണ്ടി. പിന്നെ അവിടെ വെച്ചിടയ്ക്ക് കാലൊന്ന് ഉളുക്കിയപ്പോഴത്തേക്ക് മരുന്നൊന്നും വാങ്ങിച്ചില്ല. വൈകുന്നേരം വന്ന് തൈലം പുരട്ടിയപ്പം തന്നെ കാലിന് മേലെല്ലാം മാറ്റി തന്നു. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു ആശ്രയഭവനുണ്ട്. അവിടെ ഞാൻ അത് കഴിഞ്ഞാൽ പിന്നെ മാസത്തിൽ ഒരു തവണയിലും ഞാൻ ഫുഡൊക്കെ പറയുമായിരുന്നു. പിന്നെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ എല്ലാവർക്കും സഹായം ചെയ്യുന്നുണ്ട് ഇപ്പം. പിന്നെ അനിയത്തി ഇപ്പം നേഴ്സിംഗ് പഠിക്കുകയാണ്. ഈ പ്രശ്നത്താൽ പൈസയൊന്നും ഇല്ലായിരുന്നു. ആദ്യം പറഞ്ഞു 1,00,000 രൂപ മതി അഡ്മിഷൻ ഫീസ് എന്ന് പറഞ്ഞു. സമയമായപ്പോഴത്തേക്ക് അവർ പറയുന്നു 1,80,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. ഒരു പൈസയും കയ്യിലായിരുന്ന സമയത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവ് അപ്പോൾ ഞങ്ങൾ പുതിയ വീട് വെച്ചെടുത്ത ഒരു അയൽക്കൂട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മയെ അയൽക്കൂട്ടത്തിൽ ചേർത്തിട്ട് അവിടുന്ന് 1,50,000 രൂപ ലോൺ കിട്ടി കുടുംബശ്രീയിൽ നിന്ന്. അങ്ങനെ അനിയത്തിയും നേഴ്സിങ്ങിന് ചേർത്ത്. അനിയത്തി ഇപ്പോൾ ലീവിന് വന്നേക്കാം. അനിയത്തിയും 17-ാം തീയതി പോകും. എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നുകൊണ്ട് തന്നെ നടക്കുന്നതാണ്. മാതാവിൻ്റെ അനുഗ്രഹം അതുപോലാണ്. പിന്നെ അമ്മയ്ക്ക് ഒരു ഗ്ലൗസ് ഉണ്ടാക്കുന്ന കമ്പനി പോവാണ്. അവിടെ ആയിരുന്നാലും പണ്ട് പോയിക്കൊണ്ടിരുന്ന കമ്പനി ചെറിയതായിരുന്നു. അവിടുന്ന് അമ്മയുടെ ഇതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് അമ്മ ഇപ്പം അതിൻ്റെ തന്നെ വലിയൊരു കമ്പനിയിലോട്ട് സ്ഥാനക്കയറ്റം കിട്ടി. അപ്പോൾ അതിൻ്റേതായ ശമ്പളമുണ്ട്. പിന്നെ അമ്മയ്ക്ക് ഇപ്പോൾ ഒരു എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ഒരു രജിസ്റ്റർ വന്നിട്ടുണ്ട്. 9-ാം തീയതി ഇൻ്റർവ്യൂ ആണ്. അതിന് ഞങ്ങൾ തിരുവനന്തപുരം പോവാണ്. സെക്രട്ടറിയിലോട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ 9-ാം തീയതി അവിടെ പോകണം. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ നന്മ പ്രവൃത്തി ചെയ്താൽ മാതാവ് നമ്മളെ അതുപോലെ അനുഗ്രഹിക്കും. എനിക്ക് 100% ഉറപ്പാണ്. മാതാവിനെ അതുപോലെ എനിക്ക് വിശ്വാസമാണ്. 3 പേര് ഉടമ്പടി എടുത്താണ്. എൻ്റെ ഇപ്പോൾ 2ാമത്തെ ഉടമ്പടിയാണ്. ഇന്ന് എനിക്ക് റാലിക്ക് കിട്ടിയത് മാതാവിൻ്റെ രൂപമായിരുന്നു. അപ്പോൾ മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് 100% വിശ്വാസമാണ്. ഇതിനും നന്ദി പറയുന്നു. എൻ്റെ പേര് സ്റ്റെഫി. ഞാൻ വൈക്കത്തു നിന്നാണ് വരുന്നത്. 2024 നവംബറിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ 12th കഴിഞ്ഞപ്പോൾ ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു.
അപ്പോൾ എനിക്ക് എൻ്റെ ബ്രദർ ജർമ്മനിയിലാണ്. അപ്പോൾ ചേട്ടനാണ് എന്നോട് പറഞ്ഞത് ജർമ്മനിക്ക് പോവാം, അവിടെ ആകുമ്പോൾ നമുക്ക് നല്ല എഡ്യൂക്കേഷൻ ആയിരിക്കും, ഫ്രീ എഡ്യൂക്കേഷൻ ആയിരിക്കും. അപ്പോൾ ചേട്ടൻ തന്നെ എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനും സജസ്റ്റ് ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ ഞാൻ A1 കയറിയ ടൈമിൽ എനിക്ക് മൊത്തത്തിലൊരു സഫക്കേഷൻ ആയിരുന്നു. ഒട്ടും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ആ സ്ഥലവും പരിചയമില്ലാത്ത ആൾക്കാർ, ഇത്രയും നാൾ ഇംഗ്ലീഷ് പഠിച്ചിട്ട് പെട്ടെന്ന് ജർമ്മനിലോട്ട് വരുമ്പോൾ പ്രൊനൗൺസിയേഷനൊക്കെ ആണെങ്കിൽ ഫുൾ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡ്രോപ്പ് ആക്കേണ്ടി വരുമെന്നാണ് വിചാരിച്ചത്, എന്നെക്കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന കുറേ പേരൊക്കെ ഡ്രോപ്പാക്കി. പക്ഷേ ഒരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ സെറ്റായി വന്നു. അങ്ങനെ എനിക്ക് നല്ല രീതിക്ക് തന്നെ എൻ്റെ A1 പാസ്സായി, A2 പാസ്സായി, B1ഉം B2ഉം പാസ്സായി. അങ്ങനെ B2 പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ നമുക്കിങ്ങനെ പ്രാക്ടീസൊക്കെ ചെയ്യും. നമുക്ക് 4 മൊഡ്യൂൾസാണ് വരുന്നത്, ലിസണിങ്ങും റീഡിങ്ങും റൈറ്റിങ് സ്പീക്കിങ്. അപ്പോൾ എനിക്ക് ലിസണിങ് റീഡിങ്ങും ഭയങ്കരമായിട്ടും പാടായിരുന്നു. നമുക്ക് ഇപ്പോൾ 30-ലാണെങ്കിൽ 18 മാർക്ക് വേണം പാസിംഗ് മാർക്ക്. അപ്പോൾ അതിനെ 100-ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 60 മാർക്കായിരിക്കും വരുന്നത്. അപ്പോൾ എനിക്ക് ഇതുവരെ ഒരു പാസിംഗ് മാർക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു 16, 17 മാക്സിമം വന്ന 17, അതിന് അപ്പുറത്തോട്ട് എനിക്ക് പോവാറില്ലായിരുന്നു. പക്ഷേ എനിക്ക് സ്പീക്കിങ്ങിൽ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു, ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും, ഞാൻ എന്നെ പറഞ്ഞാൽ ഞാൻ പാസ്സാവുമെന്ന് എനിക്കൊരിതുണ്ടായിരുന്നു. റൈറ്റിംഗ് ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ആ ഒരു ടൈമിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സൊക്കെ ഞങ്ങളുടെ മാർച്ചിലാണ് ക്ലാസ് കഴിയുന്നത്, ഏപ്രിലിൽ ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. അപ്പോൾ എനിക്ക് പുറത്ത് പോയി എക്സാം എഴുതുന്നതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. ഞാൻ കേരളത്തിൽ തന്നെ എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേരളത്തിൽ 2 സെൻറ്ററാണ് വരുന്നത്, ട്രിവാൻഡ്രം, കൊച്ചി. അപ്പോൾ അവിടെ നമുക്ക് മെയിൽ ത്രൂ ആണ് നമ്മൾ ഡേറ്റ് എടുക്കുന്നത്, നമുക്ക് സെൽഫായിട്ട് തന്നെ എടുക്കാൻ പറ്റും, ഏജൻറ്റിന് വെറുതെ ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും അയച്ചു. നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മെയിൽ വന്നു, എനിക്ക് മാത്രം മെയിൽ വരുന്നില്ല. ഈ ഒരു ടൈമിൽ ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു, പക്ഷേ എൻ്റെ മമ്മിയുടെ ഉടമ്പടി ഞാൻ ഏറ്റു ചെല്ലുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മെയിൽ വന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. എനിക്കാണെങ്കിൽ 100-ൽ 91 ഉണ്ടായിരുന്നു. എൻ്റെ 4 മൊഡ്യൂൾ ഞാൻ പാസ്സായി. ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്പീക്കിങ്ങിനാണെങ്കിൽ 91 മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ കോൺഫിഡൻസ് കൂടി. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ വേറെ സ്ഥലത്ത് കേരളത്തിന് പുറത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നി കോയമ്പത്തൂർ എടുക്കാം, കോയമ്പത്തൂരാകുമ്പോൾ എൻ്റെ റിലേറ്റീവ് അവിടെ ഉണ്ട്, അപ്പോൾ നമുക്ക് അക്കോമഡേഷൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അവിടെ ഡേറ്റ് എടുത്തു. ഡേറ്റ് എടുക്കുന്ന ടൈമിൽ ഞാൻ ഏപ്രിലാണ് ഡേറ്റ് എടുക്കണേ. അപ്പോൾ അവർ പറഞ്ഞു 8 മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ എക്സാം സ്റ്റാർട്ട് ചെയ്തത് 12 മണിയായപ്പോഴാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, ഭയങ്കരമായിട്ടും വേർത്ത്, ഭയങ്കരമായിട്ട് പേടിയായി. അപ്പോൾ എക്സാമിന് കയറുന്ന ടൈമിൽ ഫസ്റ്റ് സ്പീക്കിംഗ് ആയിരുന്നു. സ്പീക്കിങ്ങിന് അവർ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മളൊരു ടോപ്പിക്കിനെ പറ്റി പറയണം, അപ്പം അതിൻ്റെ ബേസിൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്പം മലയാളത്തിൽ എന്നോട് ഒരാൾ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അതിനോട് ആൻസർ ഞാൻ അങ്ങനെ പറയുന്നു, അതുപോലെ എനിക്ക് പറയാൻ പറ്റി. അപ്പോൾ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് കൂടി. ഞാൻ വിചാരിച്ചു എന്തായാലും സ്പീക്കിങ് പാസ്സാവുമെന്ന് വിചാരിച്ചു. ഇറങ്ങി വന്നപ്പോൾ പിന്നെ ആഫ്റ്റർനൂൺ ആയിരുന്നു എൻ്റെ ലിസണിങ്ങും റീഡിങ്ങും വന്നത്. അതെനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു, കാരണം ഇതുവരെ ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്തപ്പോൾ ഞാൻ പാസ്സായിട്ടില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ഫെയിലാവുമെന്ന് എനിക്കൊരു തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരാളല്ലായിരുന്നു, ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ അന്തോണിസ് പുണ്യാളനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഓൾ ഓവർ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും, പക്ഷേ കൃപാസന മാതാവിനോട് എടുത്ത് ഞാൻ പ്രാർത്ഥിക്കില്ലായിരുന്നു, എനിക്കൊരു പേടിയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ലിസണിങ് റീഡിങ് നോക്കിയപ്പോൾ എനിക്കൊന്നും അറിയാൻ പാടില്ല, പേപ്പർ നോക്കിയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ഞാനപ്പോൾ അന്തോണിസ് പുണ്യാളൻ എന്നെ പാസ്സാക്കാമെന്ന് ഞാൻ ജസ്റ്റ് ചോദിച്ചു. ഞാൻ എടുത്ത് നോക്കി, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, പിന്നെ ആൻസറൊക്കെ എനിക്ക് എവിടെയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഞാൻ അങ്ങനെ അത് കഴിഞ്ഞു. റൈറ്റിംഗ് ആണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ അത് കഴിഞ്ഞു. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടുള്ള എൻ്റെ റൈറ്റിങ്ങും സ്പീക്കിങ്ങും ഫെയിലായി. ഞാൻ തോക്കുമെന്ന് വിചാരിച്ച എൻ്റെ ലിസണിങ് റീഡിങ് ഞാൻ പാസ്സായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര കരച്ചിലൊക്കെ ആയി, നമുക്ക് വല്ലാത്ത വിഷമമായി, കാരണം വിചാരിച്ചില്ലാത്ത രീതിയിൽ തോൽവി വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, മമ്മിയുടെ ഉടമ്പടി ഏറ്റെടുത്ത് എല്ലാം തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഡേറ്റ് എടുത്തു. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്താണ് ഡേറ്റ് എടുത്തത്. അപ്പോൾ ഞാൻ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു പോയത്. പക്ഷേ എക്സാമിൻ്റെ ടൈമിൽ എനിക്ക് റൈറ്റിംഗ് ഞാൻ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായിരുന്നു. പ്രത്യേകിച്ച് സ്പീക്കിങ് എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു മൊഡ്യൂൾ ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ടും ഒരു ഓവർനൈറ്റൊക്കെ ഇരുന്ന് പഠിക്കുമായിരുന്നു. 2 മണി വരെ ഇരുന്നൊക്കെ പഠിച്ച് വെളുപ്പിന് എഴുന്നേക്കുന്ന ഒരു ടൈപ്പായിരുന്നു ഞാൻ. പക്ഷേ പ്രയോജനമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് പോയി കഴിഞ്ഞപ്പോൾ മോർണിംഗ് ആയിരുന്നു എൻ്റെത് റൈറ്റിംഗ് വന്നിരിക്കുന്നത്. റൈറ്റിംഗ് എനിക്ക് നന്നായിട്ട്, ഞാൻ പഠിച്ച ടോപ്പിക്കായിരുന്നു, റിവൈസ് ചെയ്ത ടോപ്പിക്കായിരുന്നു, നന്നായിട്ട് ഞാൻ എഴുതി. ഉച്ചയായപ്പോഴായിരുന്നു എൻ്റെ സ്പീക്കിങ്. പക്ഷേ സ്പീക്കിങ്ങിന് വന്നപ്പോൾ നമ്മുടെ എക്സാമിനേഴ്സൊക്കെ ഭയങ്കരമായിട്ടൊരു
ഒരു റൂഡായിട്ട് പെരുമാറുന്ന രീതിയിലായിരുന്നു. നമ്മളോട് വല്ലാത്ത രീതിയിൽ ഷൗട്ട് ചെയ്യുന്ന രീതിയിൽ, കരച്ചിൽ ഇങ്ങനെ കരയിപ്പിക്കുന്ന രീതിയിലൊക്കെ ആയിരുന്നു. ഞാൻ എക്സാം കഴിഞ്ഞപ്പോൾ കരഞ്ഞാണ് ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് എന്തായാലും തോന്നി സ്പീക്കിംഗ് എന്തായാലും ഞാൻ ഫെയിലാവുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ റൈറ്റിംഗ് ഞാൻ പാസ്സാവുമെന്ന് വിചാരിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ രണ്ടും ഫെയിലായി. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ടും വിഷമമായി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതാണല്ലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി ഇനി മറ്റുള്ളവരുടെ ഉടമ്പടി നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ സ്വന്തമായിട്ട് തന്നെ ഉടമ്പടി എടുക്കേണ്ടി വരും. അതുകൊണ്ട് നവംബറിൽ ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ നവംബറിൽ ഉടമ്പടി എടുത്തു. പിന്നെ ഡിസംബറിലോട്ട് ഡേറ്റ് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. പിന്നെ എനിക്ക് ഫെബ്രുവരിയിലാണ് എനിക്ക് ഡേറ്റ് കിട്ടിയത്. എനിക്ക് പിന്നെയും ട്രിവാൻഡ്രം തന്നെ കിട്ടിയത്. എനിക്ക് പേടിയുണ്ടായിരുന്നു, പോയി ഫെയിലായ സ്ഥലത്ത് പിന്നെയും പോകണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തു. റൈറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് എഴുതി നോക്കി. സ്പീക്കിംഗ് ആണെങ്കിലും ഒരുപാട് പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ രാവിലെ ആയിരുന്നു റൈറ്റിംഗ് വന്നിരുന്നത്. റൈറ്റിങ്ങിൻ്റെ ടൈമിൽ ഞാൻ എൻ്റെ ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശടയാളം വരട്ടിയും അതുപോലെ തന്നെ തേൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉടമ്പടി കാശുരൂപം എൻ്റെ ഡ്രസ്സിൽ പിൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈറ്റിങ്ങിൻ്റെ ടൈമിൽ ഞാൻ റിവൈസ് ചെയ്തപ്പോൾ ആ ടോപ്പിക്ക് അങ്ങോട്ട് നോക്കിയില്ലായിരുന്നു. പക്ഷേ നോക്കിയപ്പോൾ എനിക്കൊന്നും അറിയാൻ പാടില്ല. നമ്മൾ ടോട്ടൽ 6 പാരഗ്രാഫ് എഴുതണം. പക്ഷേ എനിക്ക് 2 പാരഗ്രാഫ് ഞാൻ കഷ്ടിച്ച് എഴുതി. പക്ഷേ എനിക്കൊന്നും അറിയാൻ പാടില്ല. എനിക്ക് എന്തായാലും തോന്നി എന്തായാലും ഫെയിലാവും, ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. എന്നിട്ട് പിന്നെ ഉച്ചയ്ക്കായിരുന്നു എൻ്റെ സ്പീക്കിംഗ് നല്ല ഈസി ആയിരുന്നു, നന്നായിട്ട് ഞാൻ പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. ഫെയിലാവുമെന്ന് വിചാരിച്ച എൻ്റെ റൈറ്റിംഗ് ഞാൻ 71 മാർക്കിൽ ഞാൻ പാസ്സായി. 60 മാർക്കാണ് പാസ് മാർക്ക്. അതെനിക്ക് ഉറപ്പാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. ഞാൻ ഒന്നും എഴുതിയിട്ടില്ല എൻ്റെ പേപ്പറിൽ. എനിക്കിപ്പോഴും അറിയാം ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടുള്ള എൻ്റെ സ്പീക്കിംഗ് ഞാൻ തോക്കുകയും ചെയ്തു. പിന്നെ ഞാൻ ഒരിക്കൽ കൂടി ഡേറ്റ് എടുത്തു. അപ്പോൾ ആ ഒരു ടൈമിൽ അച്ഛനെ കണ്ടായിരുന്നു. പക്ഷേ അച്ഛനെ കണ്ടിട്ട് മാത്രം കാര്യമില്ല, ഞാൻ എൻ്റെ ഉടമ്പടിയും കൂടെ കറക്റ്റായിട്ട് ചെയ്യണമായിരുന്നു. ഞാനന്ന് ശരിക്കും ഉഴപ്പി, എൻ്റെ ഉടമ്പടി ഞാൻ നല്ല വൃത്തിക്ക് ഉഴപ്പിയായിരുന്നു. എന്നിട്ട് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ സ്പീക്കിംഗ് ഞാൻ ഫെയിലായി. അപ്പം പിന്നെ ഞാൻ മടുത്തു. എക്സാം എഴുതി ഒരുപാട് ക്യാഷുമായി. പിന്നെ ശരിക്കും മടുത്ത്, കുറേ നാളായി പോണില്ലേ എന്ന് ആൾക്കാർ ചോദിക്കുന്നു. ശരിക്കും നമ്മൾ വല്ലാത്തൊരു മടുപ്പായി. പിന്നെ ഞാനെങ്കിലും വിചാരിച്ചു ഏജൻസി ഡീൽ കൊടുക്കാം പുറത്ത്. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു 3 മൊഡ്യൂളുണ്ടായതുകൊണ്ട് നമുക്ക് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു 4 മൊഡ്യൂളുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, 3 മൊഡ്യൂളുകാർ ഇപ്പോൾ അവരെടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ പെട്ടെന്ന് ഒരു ഓഗസ്റ്റിൽ എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് വന്നു വിത്തൗട്ട് ഇൻ്റർവ്യൂ. ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ ഇല്ലാണ്ട് എനിക്ക് തരാമോ, എനിക്ക് പേടിയാണ്. കാരണം അവിടെ എന്ന് വെച്ചാൽ ജർമ്മൻസ് തന്നെയാണ് ഇൻ്റർവ്യൂവിന് എടുക്കുന്നത്. അവരുടെ ലാംഗ്വേജ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ മാതാവ് എനിക്ക് അതുപോലെ തന്നെ വന്നു. വിത്തൗട്ട് ഇൻ്റർവ്യൂവിൽ എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് കൈ കിട്ടി. കോൺട്രാക്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത ടെൻഷൻ എന്ന് പറഞ്ഞാൽ വിസയ്ക്ക് ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു. VFSൽ ഭയങ്കരമായിട്ടും പ്രശ്നമായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഫുള്ള് റിജക്ഷനൊക്കെ വന്ന ടൈമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ തന്നെ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റിയും വന്നു. 1 ഇയർ എഗോ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സൊക്കെ അവർ റിജക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ 2 പേപ്പർ 1 ഇയർ എഗോ ആയിരുന്നു, ഒരെണ്ണം മാത്രമായിരുന്നിട്ടുള്ളൂ 1 ഇയറിന് താഴെയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ദിവസം ഓഗസ്റ്റിലും കിട്ടിയില്ല, സെപ്റ്റംബറിലും ഡേറ്റ് കിട്ടിയില്ല. പെട്ടെന്ന് എനിക്ക് ഒക്ടോബർ 29-ാം തീയതി എനിക്ക് ബാംഗ്ലൂർ ഡേറ്റ് കിട്ടി. ഡേറ്റ് കിട്ടിയ ടൈമിലാണെങ്കിലും ഞാൻ ഒരുപാട് ടെൻഷനായി. ആ ഒരു ടൈമിൽ എൻ്റെ ഉടമ്പടി പുതുക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ വിശ്വസിച്ചോളാം, എനിക്ക് മാതാവിൻ്റെ രൂപം പ്രദക്ഷിണ സമയത്ത് കിട്ടുവാണെങ്കിൽ എനിക്ക് എന്തായാലും എൻ്റെ വിസ കിട്ടും എന്ന് ഞാൻ ഉറപ്പിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് ലോട്ടറി എടുത്തപ്പോൾ എനിക്ക് മാതാവിൻ്റെ രൂപ കിട്ടിയത്. അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ എന്തായാലും വിസ എനിക്ക് കിട്ടും. അപ്പോൾ വിസ ബാംഗ്ലൂരിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ മലയാളീസ് ആയപ്പോൾ അവർക്കൊരിതുണ്ട്, അവർക്ക് മെയിനായിട്ടും ഈ കർണാടക ടീംസിനോടൊക്കെയാണ് താല്പര്യം. അപ്പോൾ നമ്മളോട് ലാംഗ്വേജൊക്കെ ആയിട്ട് അവർക്ക് വലിയ പിടുത്തം ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഭംഗിയായിട്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പക്ഷേ ഞാൻ അന്ന് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന രാത്രിയാണ് എനിക്ക് എൻ്റെ അക്കോമഡേഷൻ്റെ കോൺട്രാക്റ്റ് ഏജൻസി അയച്ചു തരുന്നത്. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ എൻ്റെ വിസയിൽ ഞാൻ എൻ്റെ അക്കോമഡേഷൻ കോൺട്രാക്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും വിസ റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്തെങ്കിലും ചെറിയൊരു റീസൺ വരെ അവർ റിജക്റ്റ് ആക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതൊരു റീസൺ ആണ്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, കൊറിയർ വന്നിട്ടുണ്ട്, വിസ ഡിസ്പാസ്സായെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് വിളിച്ചു. അപ്പം ഞാൻ ചെന്ന് എൻ്റെ വിസ കളക്ട് ചെയ്തു. ഞാൻ എന്നിട്ട് പള്ളിയിൽ ചെന്നാണ് ഞാൻ തുറന്നത്. ഞാൻ മാതാവിൻ്റെ രൂപത്തിൽ തൊട്ട് മാതാവ് എനിക്കൊന്ന് തരണം, ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പാടായി, ഇപ്പോൾ ഇതിന് ഒരുപാട് ക്യാഷായി, വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പം ഞാൻ എൻ്റെ തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്കൊരു എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ശരിക്കും ഒരു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്.
എല്ലാവരും എന്നോട് പറഞ്ഞു, ഞാനിത് വന്ന് എൻ്റെ വിസ വന്നെന്ന് ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അവരെല്ലാവരും പറഞ്ഞു അക്കോമഡേഷൻ്റെ കോൺട്രാക്റ്റ് ഇല്ലെങ്കിൽ മസ്റ്റായിട്ടും വിസ റിജക്റ്റ് ആവും, അതൊരു റീസൺ ആണെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ നന്ദി എൻ്റെ മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. പിന്നെ രോഗസൗഖ്യമാണെങ്കിൽ എനിക്ക് കാലിന് എൻ്റെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എൻ്റെ കാലിന് ഭയങ്കര ഒരു വേദന ഉണ്ടായിരുന്നു ലെഫ്റ്റ് ലെഗിന്. അപ്പോൾ എനിക്ക് ഒട്ടും നടക്കാൻ പറ്റില്ല, ഞാൻ തൊങ്കിയൊക്കെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്, എനിക്ക് ഒട്ടും നടക്കാൻ പറ്റുന്നില്ല. ഡോക്ടറിനെ കണ്ടപ്പോൾ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, അവർ പാരസെറ്റമോൾ വന്ന് വിട്ടു. പക്ഷേ അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ വേദന കൂടി. പിന്നെ വേറൊരു ഡോക്ടറിനെ കണ്ടപ്പോൾ ആൾ പറഞ്ഞു അസ്ഥിക്ക് ബലമില്ലാഞ്ഞിട്ടാണ് വേദന വരുന്നത്, അപ്പോൾ ലൈഫ് ലോങ് ഒരു ടാബ്ലറ്റ് വന്നിട്ട് പറഞ്ഞു ഇത് കഴിക്കണമെന്ന് പറഞ്ഞു. പിന്നെ പെയിൻ കില്ലറും തന്നായിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു ടാബ്ലറ്റ് ഞാൻ കഴിച്ചില്ല. വേദന വരുമ്പോൾ ആ പെയിൻ കില്ലർ എടുത്ത് കഴിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് വേദനയായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ ഉടമ്പടിയൊക്കെ എടുത്തു, ഒരു മാസം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ആ വേദന വന്നിട്ടില്ല. ഇതുവരെ എനിക്ക് ഈ നിമിഷം വരെ ആ വേദന വന്നിട്ടില്ല. ഞാൻ പിന്നീട് ആ ഒരു ടാബ്ലറ്റ് വാങ്ങിച്ചിട്ടുമില്ല. പിന്നെ എനിക്ക് ഈ വൊമിറ്റിങ്ങിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു നമ്മൾ യാത്ര ചെയ്യുമ്പോൾ. എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ ബസ്സിലൊക്കെ പോവുകയാണെങ്കിലും കാറിൽ പോവുകയാണെങ്കിലും ഞാൻ വൊമിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഒരു ദിവസം ഞാൻ എൻ്റെ ഉടമ്പടി ഇവിടെ പത്രം വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന ടൈമിൽ ഞാൻ എല്ലാ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ പേഴ്സിൽ നോക്കിയപ്പോൾ എൻ്റെ ടാബ്ലറ്റ് കാണാനില്ല. ഞാൻ ഫുള്ള് നോക്കി, ബാഗിൽ നോക്കി, കാണാനില്ല. പിന്നെ ഞാൻ കഴിക്കാണ്ട് തന്നെ ഇങ്ങോട്ട് വന്നു. പക്ഷെ അന്നെന്തോ ഞാൻ വൊമിറ്റ് ചെയ്തില്ല. വീട്ടിൽ വന്ന് തിരിച്ച് ഞാൻ എൻ്റെ ബാഗിൽ ആ പേഴ്സ് നോക്കിയപ്പോൾ ആ ടാബ്ലറ്റ് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എടുത്ത് മാറ്റിയതാണ്. ഇന്ന് വരെ ഞാൻ പിന്നെ ബാംഗ്ലൂർ വരെ പോയിട്ട് ഞാൻ ഇതുവരെ വൊമിറ്റ് ചെയ്തില്ല. അപ്പോൾ ഇതെൻ്റെ ജീവിതത്തിൽ നൽകിയൊരു വലിയൊരു അത്ഭുതം തന്നെയാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പറ്റാവുന്ന മാസത്തിലൊക്കെ വന്ന് പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു. പിന്നെ ഫസ്റ്റൊക്കെ ഞാൻ പള്ളിയിൽ തന്നെ ആയിരിക്കും കൊടുക്കൊണ്ടിരുന്നത്. പിന്നെ അച്ഛൻ പറഞ്ഞു നമ്മൾ പൊതു സ്ഥലത്ത് കൊണ്ട് കൊടുക്കണം, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ചേർത്തല ഫുള്ള് ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ ഓരോ വീട്ടിലും കയറി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു അനുഭവം വന്നതെന്ന് വെച്ചാൽ ഞാൻ ചേർത്തല ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ട് കൊടുക്കുന്ന ടൈമിൽ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു ഇത് എന്തിനാണിത്, ലാസ്റ്റ് അവർ കണ്ണാടി തുടയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ അന്നത്തോടെ ഞാനത് ഓട്ടോക്കാർക്ക് കൊടുക്കുന്നത് ഞാൻ നിർത്തി. ഞാൻ കാണുമ്പോൾ അവിടെ അവർ ഓട്ടോ തുടയ്ക്കുന്നുണ്ട്, ആ പേപ്പർ കൊണ്ട് ഞാൻ തുടയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അന്ന് തൊട്ടേ ഓട്ടോക്കാർക്ക് കൊടുക്കുന്നത് നിർത്തി. പിന്നെ എൻ്റെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്, അവിടെ അമ്മച്ചിമാരെ പോയി കാണുമായിരുന്നു. എന്നെക്കൊണ്ട് പറ്റാവുന്ന സാമ്പത്തിക സഹായം ചെയ്യുമായിരുന്നു. പിന്നെ വഴിയോരങ്ങളിൽ എന്നോട് ക്യാഷ് ചോദിക്കുന്നവർക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്ന ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. പണ്ടൊന്നും ഞാൻ ഇതുവരെ ഞാൻ കൊന്ത ചെല്ലിയിട്ടില്ല. ഞാൻ ഉടമ്പടി എടുത്ത ശേഷമാണ് ഞാൻ കൊന്തയെല്ലാം തുടങ്ങിയത്. കൊന്ത ചെല്ലുമ്പോഴും എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെല്ലാറില്ല, എല്ലാം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. പ്രത്യേകിച്ചും 5ാമത്തെ രഹസ്യം ഞാൻ കൃപാസനത്തിൽ